من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان. بسم الله الرحمن الرحيم. وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة. إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين. ثلة من الأولين وثلة من الآخرين. اللهم اجعلنا منهم. آمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാധരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ആമുഖങ്ങളില്ലാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ വാഖിയ സർവലോകനാശം സംഭവിക്കുമെന്നും ശേഷം പുനരുത്ഥാനം സാധ്യമാകുമെന്നും അന്ന് ജനങ്ങൾ അടിസ്ഥാനപരമായി 3 വിഭാഗമായിരിക്കും: മുഖറബീങ്ങള്, അസ്ഹാബുൽ യമീന്, അസ്ഹാബുൽ ശിമാല്. ഇതിൽ മുഖറബീങ്ങളെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ ചർച്ച നടത്തിയത്. അള്ളാഹുവിന്റെ അടുത്ത് വലിയ സാമീപ്യം നേടുന്ന മഹാന്മാരെ കുറിച്ച്. എന്നാൽ ആ മുഖറബീങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച്, സ്വർഗത്തിലെ ഉന്നതമായ സൗകര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തു. ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. ഒരു 2-3 ആയത്തും കൂടെ അതിൽ ബാക്കിയുണ്ട്. അപ്പൊ ഈ സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ആയത്തുകളുടെയും അർത്ഥവും ഉദ്ദേശ്യവും ഒക്കെ അറിയണം എന്ന് താല്പര്യപ്പെടുന്ന ഒരാൾക്ക് ആ 2-3 ആയത്ത് അവിടെ ഒരു ഗ്യാപ്പായിട്ട് നിൽക്കരുത്. അത് ഇന്ന് പറഞ്ഞ്
തുടങ്ങി വിഷയത്തിലേക്ക് അങ്ങ് കടന്നു വരാം. എന്നിട്ട് ഇന്ന് ഓതിയ അസ്ഹാബുൽ യമീൻ, അവർക്ക് കിട്ടാൻ പോകുന്ന സ്വർഗം, ഇന്നലെ പറഞ്ഞതും സ്വർഗാണ്, ഇന്ന് പറയുന്നതും സ്വർഗാണ്, നാളെ പറയുന്നത് പൊള്ളുന്ന നരകമാണ്. അസ്ഹാബുൽ ഷിമാലിന് ലഭിക്കാൻ പോകുന്ന അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നും ഇന്നലെയുമൊക്കെ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്വർഗം, അതിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നീട് സ്വർഗാവകാശികളായ ആളുകൾക്ക് ലഭിക്കുന്ന, മുഖറബീങ്ങളായ ആളുകൾക്ക് ലഭിക്കുന്ന വലിയ ഒരു സൗകര്യം, സ്വർഗത്തിലെ മറ്റൊരു സുഖം അല്ലാഹു പറയുന്നു, വഹൂറുൻ ഈൻ, വഹൂറുൻ ഈൻ. ശേഷം ഹൂറുൽ ഈങ്ങൾ അവർക്ക് ലഭിക്കും. ഹൂറുൽ ഈങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗീയ തരുണികൾ, സ്വർഗീയ തരുണികൾ. വഹൂറുൻ ഈൻ, ഭംഗിയുള്ള സുന്ദരികളായ സ്വർഗീയ തരുണികളെ അവർക്ക് ലഭിക്കുന്നതാണ്. നമ്മളൊക്കെ സാധാരണ ഹൂറുൽ ഈങ്ങൾ എന്ന് പറയും. കൺതടം, വിശാലതയുള്ള, കാണാൻ ഭംഗിയുള്ള, ഗുണമൊത്ത പെണ്ണ്, ഇവളാണ് ഹൂറുൽ ഈൻ എന്ന് പറയുന്നത്. ഇതും നാളെ പരലോകത്ത് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്നു. ആ ഹൂറുൽ ഈങ്ങളുടെ മഹത്വം അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. സിപ്പിക്കകത്ത് ഒളിപ്പിച്ചു വെച്ച മുത്ത് പോലെയായിരിക്കും ആ പെണ്ണുങ്ങള്. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. എന്താണ് ഈ പറഞ്ഞത്? സ്വർഗീയ തരുണികളുടെ മഹത്വം അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് അവർ ചിപ്പിക്കകത്ത് ഒളിപ്പിച്ചു വെച്ച മുത്തുകളെ പോലെയായിരിക്കും. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. അതായത് ചിപ്പിക്കകത്തുൾ ഇരിക്കുന്ന മുത്ത്, ചിപ്പി തുറന്നിട്ടാണ് മുത്തെടുക്കുക. ചിപ്പിക്ക് അകത്തിരിക്കുന്ന മുത്ത് ലോകത്തൊരാളും അതിൽ തൊട്ടിട്ടുണ്ടാവൂല. ഒരാളുടെ കയ്യിലെ പൊടിപടലവും അഴുക്കും ആ മുത്തിൽ തൊട്ടിട്ടുണ്ടാവൂല. അപ്പോ ഒരു മനുഷ്യന്റെ കരസ്പർശനമേൽക്കാത്ത, ഒരു മനുഷ്യൻ തൊട്ട് അശുദ്ധമാകാത്ത മുത്താണ് ചിപ്പിക്കുക അകത്തുണ്ടാവുക. ഇതുപോലെയാണ് സ്വർഗത്തിലെ പെണ്ണം, സ്വർഗത്തിലെ ഹൂറുൽ ഈങ്ങള്. അവര് പ്രത്യേകം അല്ലാഹു സ്വർഗാവകാശികൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത പെണ്ണുങ്ങളാണ്, തയ്യാർ ചെയ്ത പെണ്ണുങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഹൂറുൽ ഈങ്ങളുടെ സൗന്ദര്യം മാത്രമല്ല, അവരുടെ വിശുദ്ധിയാണ് അല്ലാഹു തആല ഇതിലൂടെ കൂടുതൽ എടുത്തു കാണിക്കുന്നത്. സൗന്ദര്യം എന്തായാലും ഉണ്ട്. മുത്തുപോലെ എന്ന് പറയുമ്പോൾ ആദ്യം സൗന്ദര്യമാണ് മനസ്സിലേക്ക് ഓടി വരിക. പക്ഷേ ആ സൗന്ദര്യത്തെക്കാളേറെ മുത്തുപോലെ, ചിപ്പിക്കകത്തൊളിപ്പിച്ച മുത്തുപോലെ എന്ന് പറഞ്ഞതില് ആ പെണ്ണുങ്ങളുടെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ചാരിത്ര്യ ശുദ്ധി ഉറപ്പുള്ള ടീമ. അവരശുദ്ധരല്ല, ആരും തൊട്ടിട്ടില്ല ഈ സ്വർഗീയ തരുണിമണികളെ. ഇതാണ് വഹൂറുൻ ഈൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുർ റഹ്മാനിന്റെ 72ാമത്തെ ആയത്തിൽ കാണാം, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. രഹസ്യ തമ്പിനുള്ളിൽ, രഹസ്യ കൂടുകൾക്കുള്ളില് ഒളിപ്പിച്ചു വെക്കപ്പെട്ട പെണ്ണുങ്ങളാണ് നാളെ സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളത്. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. മറക്കകത്ത്, ടെന്റിനകത്ത്
തമ്പ് കെട്ടിയിട്ട് ആ തമ്പിനകത്ത് ഒളിപ്പിച്ചു വെച്ച പെണ്ണുങ്ങള് ഇവരാണ് ഇവരുടെ ഭാര്യമാരെ ആദ്യം ആ റൂം തുറന്ന് കാണുന്നത്. അത്ര വിശുദ്ധരാണവർ. മുമ്പ് അവരെ ആരും കണ്ടില്ല, തൊട്ടില്ല. ഒരു നിലക്കും അവർ അശുദ്ധരായിട്ടില്ല. പൂർണ്ണ വിശുദ്ധിയുള്ള പെണ്ണുങ്ങളാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്നത് കാണാം. തമ്പിനകത്ത് ഒളിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങൾ എന്ന് പറയാൻ കാരണം എന്താണ്? നൂറുലിങ്ങളുടെ മഹത്വം പറയുമ്പോ തമ്പിനകത്ത് ഒളിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങള്, ടെന്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന പെണ്ണുങ്ങള്, മറക്കുള്ളിലിരിക്കുന്നവര് എന്ന് പറയാൻ കാരണം എന്താ? മഹാനവറുകൾ പറയുന്നു, കാരണം കാരണം പെണ്ണിന്റെ സൗന്ദര്യം എന്നും അവൾ പുരുഷൻ കാണാതെ വീട്ടിനകത്ത് അടങ്ങിയിരിക്കലാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. മറക്കുള്ളിലിരിക്കുന്ന പെണ്ണ്, അതാണ് പെണ്ണിന്റെ സൗന്ദര്യം. മറയാണ് പെണ്ണിന്റെ സൗന്ദര്യം, യാതൊരു സംശയവുമില്ല. അത് പെണ്ണിന് സേഫ്റ്റിയാണ്. സേഫ്റ്റിയാണെന്ന് മാത്രമല്ല, അവൾക്കത് സൗന്ദര്യവും കൂടെയാണ്. സുരക്ഷ ഉറപ്പാക്കുന്നു എന്ന് മാത്രമല്ല, സൗന്ദര്യവും കൂടെയാണ്. മറക്കകത്തിരിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് നല്ലവളായിരിക്കും. അതല്ലേ കമലാ സുറയ്യയോട് ഇന്റർവ്യൂ നടത്താൻ വന്നയാള് അങ്ങ് മുസ്ലിമാകുന്നതിന്റെ മുമ്പും പർദ്ദ ധരിച്ച് വിവാദം ഉണ്ടാക്കിയിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം കമലാ സുറയ്യ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ പെണ്ണ് എത്ര വലിയ ഭാഗ്യവതിയാ. അവസാന കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇത്തരം സംസാരങ്ങളൊക്കെ സംസാരിച്ച് മരിച്ചുപോയി. മുസ്ലിം ആചാരപ്രകാരം അവിടുത്തെ ഖാത്തിമത്തുകൾ മുഴുവനും സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതൊരു മഹാഭാഗ്യം തന്നെയല്ലേ? ചെറിയ ഭാഗ്യമൊന്നുമല്ല. ആ പെണ്ണ് ഇന്റർവ്യൂ നടത്താൻ വന്ന ആളോട് പറയാണ്, ഞാൻ മുസ്ലിമാവുന്നതിന് മുമ്പും പർദ്ദ ധരിച്ചിട്ടുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും ഞാൻ പർദ്ദ ധരിച്ചിട്ടുണ്ട്. അത് അന്ന് ഞാൻ മുസ്ലിമായതിന്റെ പേരിൽ ധരിച്ചതല്ല. പർദ്ദ അത് മുസ്ലിം പെണ്ണിനെന്നല്ല, ഏത് പെണ്ണിനും സേഫ്റ്റിയാണ്. പർദ്ദക്കകത്തുള്ള സ്ത്രീ അവൾ സേഫാണ്. ഒന്നും പേടിക്കേണ്ടതില്ല ആ പെണ്ണിന്. പിന്നെ അവളെ ആരും തൊടില്ല. ഏതെങ്കിലുമൊക്കെ പൂവാല മനസ്സുള്ള ചെറുപ്പക്കാർ തന്നെ വഴിയിൽ പോകുന്നവരെയൊക്കെ ഒന്ന് ഏതാക്കി കളയാം, ഒന്ന് കമന്റ് അടിച്ചു കളയാം എന്ന് കരുതുന്ന ചെറുപ്പക്കാർ തന്നെ നല്ല ഹിജാബ് ധരിച്ച് മുഖമൂടി അടക്കട്ട് വരുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ ഒരു പക്ഷേ അവൻ പരിഹാസ രൂപേണ പറഞ്ഞേക്കാം, ഏതോ ഒരു പൊക്കണം വരുന്നു എന്ന് പറഞ്ഞിട്ട് അവളുമായിട്ട് അവളെ ശല്യം ചെയ്യാനോ അവളുമായിട്ട് സംസാരിക്കാനോ ഒരിക്കലും ഇവൻ തയ്യാറാകുന്നില്ല. മാറിക്കൊടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, മറക്കകത്തിരിക്കുന്നത് പെണ്ണിനൊരു വഷളത്തരമല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ പെണ്ണിന്റെ സൗന്ദര്യം അല്ലാഹു പറയുമ്പോൾ ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം എന്ന് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അടുത്തൊരു പെണ്ണിന്റെ സൗന്ദര്യം മറക്കകത്തിരിക്കലാണ്. അതുകൊണ്ടല്ലേ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതാ സദസ്സിൽ നിന്ന് സദസ്യരുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം എറിഞ്ഞു കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി എന്താ ചോദിച്ചതെന്നറിയോ? അയ്യു ഷൈഇൻ ഖൈറുൻ ലിന്നിസാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ ഗുണകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചു. ഒറ്റ വാക്കിൽ പറയണം, രണ്ടാമത്തതിന് ചാൻസ് ഇല്ല. ഒറ്റ കാര്യം പറയാ, അത് പെണ്ണിന് ഏറ്റവും ഉത്തമമായതാണ്. സൽ സ്വഭാവം പറയാം, അല്ലെ? ബുദ്ധി പറയാം, സൗന്ദര്യം പറയാം, സ്നേഹം പറയാം. അല്ലെ? ഇതൊക്കെ പെണ്ണിനുണ്ടാവേണ്ട ഗുണല്ലേ? എന്നാൽ
സ്വഹാബത്താകെ അങ്ങോട്ട് കൺഫ്യൂഷനായി. പടച്ചോനതിനെന്ത് മറുപടിയാ പറയാ? റസൂലുള്ള പറയാണ്, ഒരു പെണ്ണിന് ഏറ്റവും ഹൈറായ കാര്യം എന്താന്ന് പറയണം. ഒറ്റ വിഷയം, അത് ആ പെണ്ണിന് ഏറ്റവും ഹൈറായതായിരിക്കണം. അതിനേക്കാൾ നല്ല ഒരു കാര്യം ആ പെണ്ണിന് പറയാനുണ്ടാവരുത്. ഇതിനുത്തരം പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നോട് നിങ്ങൾ പറയാണ്, സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ 10 ദിവസം പറയണം. ഞാൻ മുമ്പ് ചെറുവാടിയിൽ പറഞ്ഞു, പറയാം. അതിന് കൂടുതൽ ഒരു ഒരുക്കവും മുന്നൊരുക്കവും തയ്യാറെടുപ്പൊന്നും വേണമെന്നില്ല. നിങ്ങൾ മൈക്ക് അനുവദിച്ചാൽ ഞാൻ പറയും. പക്ഷെ നിങ്ങൾ എന്നോട് പറയാം, സൂറത്തുൽ ഫാത്തിഹ ഒരു 5 മിനിറ്റ് കൊണ്ട് ഫാത്തിഹക്കുള്ളിലുള്ളത് മുഴുവൻ ഉൾപ്പെടുത്തിയൊന്ന് സംസാരിക്കണം. അതിന് തയ്യാറെടുപ്പുകൾ ആവശ്യമായിരിക്കും. നീട്ടി വലിച്ചു പറയലല്ല. 10 ദിവസം പറയുന്നത് ചുരുക്കിയിട്ട് 5 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കണം. ഇത് കുറച്ച് പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് അതില് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായതേത്, പ്രധാനപ്പെട്ട പലതും വിട്ട് സുപ്രധാനമായതേത് എന്ന് തെരഞ്ഞെടുത്തിട്ട് അത് എങ്ങനെ ആറ്റി കുറുക്കി അവതരിപ്പിക്കണം, പറയണം ഒക്കെ ഒന്ന് ആലോചിച്ചെങ്കിലേ. എന്ന് പറഞ്ഞാൽ 10 ദിവസം പ്രസംഗിക്കാൻ ഒരു ദിവസം ചിലപ്പോൾ വിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഒക്കെ മുമ്പിലിരുന്നിട്ട് ചെറിയൊരു പഠനം നടത്തിയാൽ നടക്കും. പക്ഷെ 10 ദിവസത്തെ പ്രഭാഷണം 5 മിനിറ്റിൽ ഒതുക്കണം എന്ന് പറഞ്ഞാൽ അതിന് 10 ദിവസം ഒരു പക്ഷേ പഠിക്കേണ്ടി വരും. ചുരുക്കി എഴുതി, പിന്നെയും വെട്ടി, പിന്നെയും ചുരുക്കി എഴുതി. ഈ ചുരുക്കി എഴുതുന്നത് അതിലേറെ ചുരുക്കം പിന്നെ വായിക്കുമ്പോൾ കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചോദ്യം അവരെ ശരിക്ക് പ്രതിസന്ധിയിലാക്കി. പെണ്ണിന് ഏറ്റവും ഹൈറായ കാര്യം, അതിലപ്പുറത്ത് പെണ്ണിന് നന്മയുള്ള ഒരു വിഷയമില്ല. പറയൂ, ഏതാണ് പെണ്ണിന് ഏറ്റവും ഉത്തമമായ സ്വഭാവം എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും അങ്ങ് അന്തിച്ചുപോയി. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വിഷയം എന്താണ് ഇതിൽ പറയേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട്. കാരണം ആരാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം, അലി ഇബ്നു അബീ ത്വാലിബിനെ കുറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ അറിവിന്റെ പട്ടണമാണ്, അലി ആ പട്ടണത്തിലേക്ക് കടക്കാനുള്ള പ്രധാന കവാടമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ അറിവിന്റെ പട്ടണമാണ്. മുത്തുനബി പറഞ്ഞു, ആ പട്ടണത്തിലേക്ക് കടക്കാനുള്ള പ്രധാന കവാടമാണ് ആര്? അലി ഇബ്നു അബീ ത്വാലിബ്. അത്രയും വിവരമുള്ള ആളായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് അടക്കം ഒറ്റ വാക്കിൽ മറുപടി പറയണമെന്ന് പറഞ്ഞപ്പോ ഒന്നങ്ങിട്ട് അന്തിച്ചു. എന്ത് പറയണം എന്നറിയാതെ ഞാൻ അന്തിച്ചുപോയി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ പറയുന്നത്. അതിന് അലി റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി അതാദ്യം ഉൾക്കൊള്ളുമ്പോഴാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അലി റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. ചെറിയ പവറൊന്നും ആയിരുന്നില്ല, നല്ല വിൽ പവറായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സിന് നല്ല ശക്തിയായിരുന്നു. അതുപോലെ തന്നെ നല്ല അറിവ്, പരന്ന അറിവ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതയാണ്, ഒരാളൊരു സദസ്സിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധി അളക്കാൻ വേണ്ടി പറയാണ്. ഒരു സദസ്സിൽ നിന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അൽ ഇൽമു അഫ്ദലു അമിൽ മാൽ? അറിവാണോ കൂടുതൽ ശ്രേഷ്ഠം, അതോ സമ്പത്താണോ കൂടുതൽ മഹത്വമുള്ള സംഗതി? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, എന്ത് അറിവിനാണോ പവർ, സമ്പത്തിനാണോ പവർ?
ഒരാലിമാകുന്നതിലാണോ കാര്യം, അതോ ഒരു മുതലാളിയാകുന്നതിലാണോ കാര്യം? അറിവിനോ സമ്പത്തിനോ നൽകി എന്താണ് അതിന് തെളിവ്? മഹാനവറുകൾ പറഞ്ഞു, തെളിവുണ്ട്. കാരണം അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ്. അറിവ് എന്ന് പറഞ്ഞത് അമ്പിയാക്കളുടെ അനന്തരം കൊടുത്തു പോയതാ. അതേസമയം വൽ മാലു മീറാസു ഖാറൂൻ, അത് ഖാറൂൻ മുതലാളിയുടെ അനന്തരമാണ്. മുതല് വലിയ മുതലാളിയായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ ഖാറൂൻ മുതലാളിയെയാണ്. അവന്റെ ബാക്കിയാ സ്വത്ത്. അതേസമയം അമ്പിയാക്കളൊക്കെ വലിയ ആലിമ്യങ്ങളായിരുന്നു. അവരുടെ അനന്തരം വെച്ച് പോയത് അറിവാണ്. അതുകൊണ്ട് അറിവോളം ബഹുമാനമുള്ള ഒരു സാധനവും ലോകത്തില്ല. ശരി, ഇതിപ്പോ എന്താണ്? ഒരാളുടെ ചോദ്യം, അതിനുള്ള ഉത്തരം. അപ്പൊ സദസ്സിൽ നിന്ന് രണ്ടാമത്തെ ഒരാളെ എഴുന്നേറ്റിട്ട് ചോദിച്ചു, അൽ ഇൽമു അഫ്ളലു അമിൽ മാൽ? ഇതേ ചോദ്യം തന്നെ രണ്ടാമത്തെ ആൾ വന്നിട്ട് ചോദിക്കുകയാണ്. അദ്ദേഹം പോയപ്പോ രണ്ടാമത്തെ ഒരാൾ സദസ്സിൽ നിന്ന് കയറിയവരല്ല, രണ്ടാമത്തെ ഒരാൾ വന്നു. വേറെ ഒരാൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കാൻ, അൽ ഇൽമു അഫ്ളലു അമിൽ മാൽ? സദസ്സ് ഇങ്ങനെ കേട്ട് നിൽക്കുക. രണ്ടാമത്തെ ഒരു ചോദ്യകർത്താവ് വന്നിട്ട് ചോദിച്ചു, ഇൽമിനാണോ സമ്പത്തിനാണോ മഹത്വം? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇൽമു അഫ്ളലു. മഹാനവറുകൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് സമ്പത്തിനാ മഹത്വം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? അൽ മാലു തഹ്റുസുഹു വൽ ഇൽമു യഹ്റുസുക. ഇതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. വൽ മാലു തഹ്റുസു, അൽ മാലു തഹ്റുസു. കാരണം സമ്പത്തിന് നിങ്ങൾ പാറാവ് നിൽക്കുകയാണ്. സമ്പത്തിന് നിങ്ങൾ പാറാവ് നിൽക്കാൻ, അതാരോ കട്ടുകൊണ്ടുപോവോ നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ പാറാവ് നിൽക്കുക സമ്പത്തിന്. അതേസമയം സമ്പത്തിനെ നിങ്ങൾ കാക്കുമ്പം വൽ ഇൽമു യഹ്റുസുക, അറിവ് നിന്നെ കാക്കും. നീ സമ്പത്തിനെ കാക്കുമ്പോൾ അറിവ് നിന്നെ കാക്കും. നിനക്ക് വല്ല അപകടവും വരുന്നുണ്ടോന്ന് അതിന് പാറാവ് നിൽക്കുകയാണ് നിന്റെ അറിവ്. അപ്പൊ അറിവ് തന്നെയാണ് കൂടുതൽ മഹത്വം, അറിവിനാണ് കൂടുതൽ മഹത്വം. അദ്ദേഹവും പോയി. മൂന്നാമത്തെ ചോദ്യകർത്താവ് വന്നിട്ട് ചോദിച്ചു, ഇൽമിനാണോ സ്വത്തിനാണോ ശ്രേഷ്ഠത? അവരോടും പറഞ്ഞു ഇൽമിനാണ്. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൽമിനാ മഹത്വം എന്ന് പറഞ്ഞത്? അയാളോട് പറഞ്ഞ കാരണം മൂന്നാമനോട് പറഞ്ഞത് മൂന്നാമത്തെ ഒരു കാരണമാണ്. ഞാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിയാണ് ഈ വിഷയത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ എടുത്തിട്ട് തരുന്നത്. മഹാനവറുകൾ പറഞ്ഞു, ലിഅന്ന ലിസ്വാഹിബിൽ മാലി അഅദാഅൻ കസീറ വലിസ്വാഹിബിൽ ഇൽമി അസ്ദിഖാഅ കസീറ. ഒന്നുമല്ല, എപ്പോഴും മുതലാളിമാർക്ക് അസൂയക്കാര് ധാരാളം ഉണ്ടാകും, ശത്രുക്കൾ ധാരാളം ഉണ്ടാകും. മുതലാളിമാർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ ഉഷാറായി വരുന്ന സമയത്ത്, കച്ചവടം ഉഷാറായി വരുന്ന സമയത്ത്, അപ്പുറത്ത് അതേ രൂപത്തിൽ ഇവനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾ, ഇവനോട് അസൂയയുള്ള മറ്റൊരാൾ ഉണ്ടാകുന്നു. അസൂയക്കാരെ കാണുന്നു. പണ്ഡിതന്മാരോട് അസൂയ ഉള്ളവരുണ്ട്. പക്ഷേ മുതലാളിമാർ മുഴുവനും അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും പരസ്പരം കൂട്ടുകാരാണ്. പരസ്പരം കൂട്ടുകാരാൻ പണ്ഡിതന് എന്നും കൂട്ടുകാരേറെയാണ്. അതേസമയം മുതലാളിക്ക് എന്നും ശത്രുക്കൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇൽമിനാണ് മഹത്വം എന്ന് പറഞ്ഞത്. നാലാമത്തെ ആള് വന്നുകൊണ്ട് ചോദിച്ചു, അലി, ഇൽമിനോ മുതലിനോ മഹത്വം? എല്ലാവരുടെയും ചോദ്യം ഒന്നാണ്. ഇനി അതിന്റെ കാരണങ്ങൾ മാത്രം പറയാം. നാലാമത്തെ ആളോട് മഹാനവറുകൾ കാരണം പറഞ്ഞത്, ലിഅന്നൽ മാല ഇദാ തസറഫത ഫീഹി യൻഖുസു. സമ്പത്ത്, അതിൽ നീ ക്രയാവിക്രയം നടത്തിയാൽ എന്ന് പറഞ്ഞാൽ സമ്പത്ത് നീ മറ്റൊരാൾക്ക് എടുത്തു കൊടുത്താൽ യൻഖുസു, അത് കുറയും. വൽ ഇൽമു ഇദാ തസറഫത ഫീഹി യസീദു. ഇൽമു മറ്റൊരാൾക്ക് കൊടുത്താൽ അത് കൂടെ ഉള്ളൂ. അല്ലേ? ഞാൻ വയല് പറയും തോറും എന്റെ അറിവ് കൂടെ ഉള്ളൂ, അല്ലെ? അത് കുറയോ?
നേരെ മറിച്ച് പോക്കറ്റിലുള്ളത് ഇങ്ങനെ എടുത്തു കൊടുത്താൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇൽമു കൊടുത്താൽ തീരൂല, അത് കൂടുക ചെയ്യാം. അതുകൊണ്ട് ഇൽമിനല്ലേ സമ്പത്തിനേക്കാൾ മഹത്വം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അഞ്ചാമത്തെ ആൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു പുതിയ ഒരു ന്യായം. ആ അഞ്ചാമത്തെ ആളോട് പറഞ്ഞ മറുപടി, സമ്പന്നനെ എപ്പോഴും ബഖീൽ, ലുബ്ധൻ എന്ന് വിളിക്കുന്നത് കാണാം. അതേസമയം ഇൽമുള്ള പണ്ഡിതൻ അയാൾ എന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യൂ എന്ന് പറഞ്ഞാൽ, സമ്പത്ത് തീരെ സാധുക്കൾക്ക് കൊടുക്കാത്ത മുതലാളിമാരെ പറ്റിയപ്പോ ഈ പറഞ്ഞത്. അവരിങ്ങനെ പോകുമ്പോ ജനങ്ങൾ പറയും, മുറിഞ്ഞെടുത്ത് ഉപ്പൊക്കെ താജാരാണ് പോണത് എന്നല്ലേ ആൾക്കാരിങ്ങനെ പറയും. നേരെ മറിച്ചോ ഒരു മുസ്ലിയാര് അയാളെ ജനങ്ങൾ വരുമ്പോഴേക്ക് ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇൽമിനാണ് മഹത്വം, യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറയുന്നു. വീണ്ടും മറ്റൊരുത്തൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഇൽമിന്റെ മേൽ കള്ളനെ ഭയക്കണ്ട, അതേസമയം പണപ്പെട്ടിയുടെ പേരിൽ കള്ളനെ പേടിക്കണം. മഹാനവർകൾ അടുത്തയാളോട് കാരണം പറയുകയാണ്. കള്ളം കട്ടുകൊണ്ടു പോകുന്നുള്ള പേടി വേണം പൈസ ഉള്ളവന്. നേരെ മറിച്ച് ഇൽമുള്ളവന് എന്റെ ഇൽമു കള്ളം കട്ടുകൊണ്ടുപോകുന്നു പേടിക്കണോ? ഒരാൾക്കും കട്ടുകൊണ്ടുപോകാൻ കഴിയില്ല, ഒരാൾക്കും കട്ടുകൊണ്ടുപോകാൻ കഴിയില്ല. അതേസമയം സമ്പന്നൻ പണം എത്ര ഭദ്രമായി സൂക്ഷിച്ചാലും ആ പൂട്ട് തകർക്കാൻ കഴിയുന്ന കള്ളൻ അത് കൊണ്ടുപോകും, ഉറപ്പാണ്. അടുത്തയാളോട് ന്യായം പറഞ്ഞു. സമ്പത്ത് കൽബിനെ കറുപ്പിക്കും. സമ്പത്ത് കൂടുന്തോറും ശിലാഹൃദയനായി മാറും മനുഷ്യൻ. അതേസമയം ഇൽമു കൂടുന്തോറും കൽബിനിങ്ങനെ പ്രകാശം കൂടും. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു. 10ാമത്തെ വ്യക്തി എഴുന്നേറ്റ് ചോദിച്ചു, ഇൽമിനാണോ അതോ സമ്പത്തിനാണോ കൂടുതൽ മഹത്വം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തോടും പറഞ്ഞു ഇൽമിനാണ് മഹത്വം. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ലിഅന്ന സാഹിബൽ മാലി യതകബ്ബർ, എപ്പോഴും മുതലാളിക്ക് അഹങ്കാരം വരും. അതേസമയം ഇൽമുള്ള മനുഷ്യന് അവന് വിനയമുണ്ടാകും, സാധുത്തരം ഉണ്ടാവും. അതാ കാരണം. സുബ്ഹാനല്ലാഹ്, ഒരു ചോദ്യത്തിന് 10 മറുപടികൾ, ഒരു ചോദ്യത്തിന് ഒരേ മറുപടി, പക്ഷേ 10 ന്യായങ്ങൾ. ഒരു മറുപടിക്ക് 10 ന്യായങ്ങൾ പറഞ്ഞ സമയത്ത് സദസ്സ് ഇതിങ്ങനെ കേട്ടു നിൽക്കുമ്പം പറഞ്ഞു, സ്വദഖല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞത് എത്ര ശരിയാണ്. വലാ ശക്ക അന്ന അലിയൻ ബാബുൽ മദീനത്തിൽ ഇൽം, മുത്തുനബി പറഞ്ഞു ഞാൻ അറിവിന്റെ പട്ടണമാണ്, അലി ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള പ്രധാന കവാടമാണ് എന്ന് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞതെത്ര ശരിയാണ്, നമുക്കിത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി കേട്ടോ. ഇതിനാണ് ഞാനിത് പറഞ്ഞു വന്നത്. വല്ലാഹി ലൗ സഅലനിൽ ഖൽഖു കുല്ലുഹും മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, മരിക്കുന്നത് വരെ, ഇന്ന് മുതൽ എന്റെ മരണം വരെ, നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ പടപ്പുകളും കൂടെ വന്നിട്ട് ഓരോരുത്തരായി അൽ ഇൽമു അഫ്ദലു അമിൽ മാൽ എന്ന് ചോദിച്ചാൽ ഞാൻ ഇൽമാണെന്ന് പറയും. എന്നാൽ അതിലൊന്നും ഞാൻ സംശയിക്കുകയില്ല, എന്നും ഉറപ്പിച്ച് തറപ്പിച്ച് പറയും, ഉത്തരം മുട്ടിപ്പോകില്ല. ലമ്മ തബറം, ഒരിക്കലും ഞാൻ അവസാനിപ്പിക്കുകയില്ല, മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും. വല അജബതു കുല്ല വാഹിദിൻ മിൻകും ബിജവാബിൻ ഗൈരി ജവാബിൽ അവ്വൽ, ഒന്നാമത്തവന് കൊടുത്തതല്ലാത്ത ഒരു മറുപടി ഞാൻ അതിന് പറഞ്ഞിരിക്കും. ധൈര്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ആർക്കും ചോദിക്കാം. 11ാമത്തെ ആൾക്ക് 11ാമത്തെ ന്യായം പറയും. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഞാൻ മരിക്കുന്നത് വരെ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് പുതിയ പുതിയ മാനങ്ങളും ന്യായങ്ങളും കണ്ടെത്തുകയും പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞ അതീവ ബുദ്ധിമാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതല്ലേ റസൂലുള്ള പറഞ്ഞത്, ഈ അലിയാരില്ലെങ്കിൽ എന്റെ കുട്ടിക്ക് കെട്ടിച്ചു കൊടുക്കാൻ കുഫുവത്തൊരു പുതിയാപ്പള്ളം കിട്ടൂലായിരുന്നു. അലി എന്ന ചെറുപ്പക്കാരനില്ലായിരുന്നെങ്കിൽ ഫാത്തിമാക്ക് കുഫുവത്ത് ഒരു പുതിയാപ്പളയെ കിട്ടൂലായിരുന്നു. വെറുതെ പറഞ്ഞതാ അത്.
യോഗ്യത കൊണ്ട് പറഞ്ഞത്. ആരൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ട് ഫാത്തിമയെ കെട്ടുപറഞ്ഞ ആരൊക്കെയാണ് പടി കയറിയിറങ്ങിയത്? ആർക്കും കൊടുത്തില്ല. അള്ളാഹു തീരുമാനം തരട്ടെ എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹുവിന് എന്തായാലും വിചാരിച്ച സിദ്ദീഖ് റളിയല്ലാഹുവിന് കിട്ടും. കാരണം റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോളം ബഹുമാനമുള്ള ആരുമില്ല. അള്ളാഹുവിന്റെ റസൂലിന് അത്ര ഇഷ്ടാണ് എന്നുമല്ല, ബഹുമാനമാണ്. പണ്ഡിത ലോകത്തിന് ഇജ്മാഅാണ്, ഏകാഭിപ്രായമാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ വ്യക്തി ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബിനെക്കാളും അഫ്ളൽ ആരാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളാ. പക്ഷേ കിട്ടിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കാര്യത്തിൽ ഫാത്തിമയുടെ കല്യാണ കാര്യത്തിൽ പടച്ചോൻ എന്താ പറയുന്നത് നോക്കട്ടെ, അതിനനുസരിച്ച് ചെയ്യാം. ഉമർ ഇബ്നുൽ ഖത്താബ് ചെല്ലുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെല്ലുന്നു. ഇവരൊക്കെ കെട്ടന്വേഷിച്ചിട്ടുണ്ട്, ആർക്കും കെട്ടിച്ചു കൊടുത്തിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ അവിടുന്ന് പറഞ്ഞു, മർഹബ വലബൈക്. മുത്തുനബി പറഞ്ഞു, കെട്ടിച്ചു തരാൻ ഒരുക്കാണ് എന്ന സൂചന നൽകി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, മുത്തുനബി ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈറായ കാര്യം എന്താ? ഒറ്റ വാക്ക് പറയണം. ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും അങ്ങ് കൺഫ്യൂഷനായ കൂട്ടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബും അന്തിച്ചുപോയി. അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, ഞാൻ വീട്ടിൽ ചെന്നപ്പം തലേന്ന് പിറ്റേന്ന് പറയാ എന്ന് കരുതിയിട്ട് അവർ നീട്ടി വെച്ചിരിക്കുകയാണ്. കാരണം ഒന്ന് ചിന്തിച്ച് പറയലാ നല്ലത്. പറയുമ്പോ അത് ഏപ്പിന് കൊള്ളണം. അതിനാണ് ചിന്തിക്കാൻ വേണ്ടി പോന്നത്. ഒക്കെ കഴിവുള്ളവല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട പത്നി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ, നിന്റെ ഉപ്പ ഇന്ന് ഞങ്ങളെ മുഴുവൻ മുനയിൽ നിർത്തിയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആർക്കും ആ ചോദ്യത്തിന് പരിഹാരം പറയാൻ കഴിഞ്ഞിട്ടില്ല, ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ചോദിച്ചു, എന്താണത്? അയ്യു ഷൈഇൻ ഖൈറുൻ ലിന്നിസാ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈറായ കാര്യം എന്താണ്? ഞങ്ങളൊക്കെ ആലോചിക്കാൻ വേണ്ടി ഇങ്ങ് പോന്നിരിക്കുക. ഫാത്തിമ കിട്ടിയിട്ടില്ല. അവിടുന്ന് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഹോ അലിയാരെ, ഇതിന് ഇത്ര കൂടുതലൊക്കെ അന്വേഷിക്കണോ, ചിന്തിക്കണോ? ഒരു പെണ്ണിന് ഏറ്റവും ഹൈറായ കാര്യം എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എത്ര എളുപ്പമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? ആ റാങ്ക് നിങ്ങൾക്ക് നേടിക്കൂടായിരുന്നോ? അലിയാർ ചോദിച്ചു, എന്താണത്? അല്ലാ യറാഹർ റിജാൽ. ഇതന്നെയാണ് അതിന്റെ ഉത്തരം. അല്ലാ യറാഹർ റിജാൽ, പെണ്ണിനെ ആണുങ്ങൾ കാണാതിരിക്കുക എന്നുള്ളതാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വം. ഹിജാബിന്റെ ഉള്ളിൽ നിൽക്കുക. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യവും മഹത്വം എന്താന്ന് ചോദിച്ചാൽ ആണുങ്ങൾ കാണാതിരിക്കുക. ഈ ആടിനെ വിട്ടതുപോലെ അങ്ങാടിയിൽ കണ്ടാതിരിക്കുക. ഇതന്നെയാണ് അല്ലാ യറാഹർ റിജാൽ. അന്യ പുരുഷന്മാരവരെ കാണാതിരിക്കലാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഫളല്. നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു? അങ്ങനെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇത് തന്നെയാണോ എന്ന് ഉറപ്പില്ല. ഈ ഉത്തരവായിട്ട് പതുക്കെ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പലരും പല അഭിപ്രായങ്ങളും പറയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഞാൻ ഇന്നലെ വീട്ടിൽ വെച്ച് ഈ കാര്യം ചർച്ച ചെയ്തപ്പം എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ, അങ്ങയുടെ പ്രിയപ്പെട്ട ഫാത്തിമ അതിന് പറഞ്ഞ മറുപടി അല്ലാ യറാഹർ റിജാൽ, പുരുഷന്മാര് പെണ്ണിനെ കാണാതിരിക്കലാണ് പെണ്ണിന്റെ മഹത്വമെന്നാണ് പറഞ്ഞത്. ഉടനെ സയ്യിദുനാ റസൂലുള്ളാഹി ഇരിക്കുന്നിടത്ത് നിങ്ങട്ട് എഴുന്നേറ്റിട്ട് മുത്തുനബി പറഞ്ഞു, ഫാത്തിമതു ഖിത്അത്തും മിന്നി, ഫാത്തിമ എന്റെ കുട്ടി തന്നെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണാണ്, ഫാത്തിമ എന്റെ ഭാഗമാണ്, എന്റെ കുട്ടിയാണ്, സംശയിക്കണ്ട. അതാണ് അതിന്റെ ആൻസർ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിവെക്കുകയാണ്. ആ ഉത്തരത്തെ ശരിവെക്കുകയാണ്. എന്തിനാ ഞാൻ ഇത്രത്തോളം പറഞ്ഞത്? ഈ പെണ്ണ് ഹിജാബിനകത്തിരിക്കണം എന്ന് പറയുമ്പോ ഇന്ന് വലിയ ഒച്ചപ്പാടാ. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ ഒതുക്കി കൂട്ടുകയാണ്, അല്ലേ?
സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ആകെ മുറവിളി കൂട്ടുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. കടന്നു പോയാൽ ഇതിവിടെ ബാക്കിയാവും. അതിലേക്ക് കടന്നു പോകുന്നില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ അഴിഞ്ഞാടി നടക്കാതെ അവൾ ഉള്ളിന്റെ ഉള്ളിലിരിക്കലാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ. ഇതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബീവിമാരോടും അതിനെ തുടർന്ന് മറ്റു ഉമ്മമാരോടും സഹോദരിമാരോടും വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത്, ഓ സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടണം. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ആദ്യകാലത്തെ സമൂഹം, ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലത്തെ പെണ്ണ് അണിഞ്ഞൊരുങ്ങി നടന്നതുപോലെ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി നടക്കരുത്. അതേ, നിങ്ങള് അവരെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കാൻ പാടില്ല. എന്തൊരു കടുത്ത, എത്ര ശക്തമായ തീരുമാനമാണ് ഖുർആൻ പറയുന്നത്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ആദ്യകാലത്തെ പെണ്ണുങ്ങള്, ഇസ്ലാമിന്റെ മുമ്പുള്ള പെണ്ണുങ്ങള്, അവർ കൂത്താടി നടന്നതുപോലെ നിങ്ങൾ നടക്കരുത് പെണ്ണുങ്ങളെ. നിങ്ങൾ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒതുങ്ങണം. പെണ്ണുങ്ങളോട്, മുസ്ലിം പെണ്ണുങ്ങളോട് വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചു. ഇന്ന് ഈ മുസ്ലിം പെണ്ണ് തെരുവിലേക്ക് എടുത്തെറിയണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ഞങ്ങൾക്ക് തെരുവിലിറങ്ങണം, കൊടി പിടിക്കണം, മുദ്രാവാക്യം വിളിക്കണം, പ്രകടനത്തിൽ അണിനിൽക്കണം, അണിചേരണം എന്ന് പറഞ്ഞു വാദിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഉമ്മത്തിലെ സുഹ്റയും ഫാത്തിമയും അവളാണ് ചാനലിൽ വന്ന് വലിയ തൊള്ളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നാണക്കേടായത്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു നാണക്കേടാണ്! ഈമാൻ നഷ്ടപ്പെട്ടു എന്നതിന്റെ ലക്ഷണമല്ലേ ഇത്? ഇന്ന് ചാനലിന് മുമ്പിൽ വരുന്നത് അവരാ. പക്ഷെ അതൊക്കെ ഓരോ ദിവസവും ഓരോ വിഷയം സംസാരിക്കേണ്ടതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണും പെണ്ണും എന്ന ഒരു ചർച്ചയും ഇൻഷാ അല്ലാഹ് ചെറുവാടിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു വിഷയത്തിൽ തന്നെ ഒതുങ്ങി സംസാരിക്കുമ്പോൾ നമുക്കത് വിശാലായിട്ട് പറയാം. എന്തിനാണ് ആണും പെണ്ണും? പെണ്ണാണിന്റെ അടിമയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു പോയി ചിലർ. ഒരിക്കലുമല്ല. ആണും പെണ്ണും എന്തിനാണ് അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്? ആണിന് ആണിന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, പെണ്ണിന് പെണ്ണിന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. രണ്ടുപേരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ ലോകം സുഗമമായി മുന്നോട്ടു പോകും. അല്ലെങ്കിൽ ലോകത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ അത് ചോദ്യം ചെയ്യപ്പെടും. നാട്ടിൽ കുഴപ്പമുണ്ടാകും, ഫസാദുണ്ടാകും. ആരോടും ചോദിക്കണ്ട, ആരോടും ചോദിക്കാനില്ല. നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം പെണ്ണ് പെണ്ണായിട്ട് ജീവിക്കണം. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങൾ മോശക്കാരല്ല. നിങ്ങൾ ഏറ്റവും അത്യുന്നത വിഭാഗമായതുകൊണ്ടാണ് നിങ്ങൾ മറക്കുള്ളിലിരിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നിങ്ങളോട് കൽപ്പിക്കാനുള്ള കാരണം എന്താ? ആർക്കും വേണ്ടാത്ത സാധനം അതെവിടെയെങ്കിലുമൊക്കെ റോട്ടിൽ വലിച്ചിടും. അതുപോലെ നിലവാരമുള്ള സാധനം റോട്ടിൽ വലിച്ചിടാൻ പറ്റുമോ? നമ്മളൊരു അമ്മി കിട്ടാൻ വേണ്ടിയിട്ട് കടയിൽ പോയാൽ ആ അമ്മി കിടക്ക് റോഡിന്റെ സൈഡിലായിരിക്കും. വേണ്ടത് തെരഞ്ഞെടുത്തോ എന്ന് പറയും. അത് രാത്രി ഉണ്ടാകുക, അത് റോഡിന്റെ സൈഡിൽ. ആരും അത് എടുത്തുകൊണ്ടുപോകില്ല. നേരെ മറിച്ച് ഒരു സ്വർണത്തിന്റെ ചെയിനോ വളയോ കിട്ടണമെങ്കിൽ നമ്മൾ ജ്വല്ലറിയിൽ കയറി, അല്ലെ, ഉള്ളിന്റെ ഉള്ളിൽ അത് കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുക. പ്രദർശനത്തിന് വേണ്ടി വെക്കുമ്പോൾ മാത്രം പുറത്തേക്കെടുത്ത് വെക്കും. രാത്രി പൂട്ടുന്ന സമയത്ത് അത് കൊണ്ടുപോയി വെക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ലോക്കറിന്റെ ഉള്ളിൽ, എവിടെ, ആരും കാണാത്തടത്ത്. എത്ര ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു. ഈ അമ്മിക്കല്ല് ഇട്ടതുപോലെ, ഈ അമ്മിയും കുട്ടിയും ഇട്ടതുപോലെ റോട്ടിലിടാൻ പറ്റുമോ ഈ സ്വർണം? ഞാൻ പറയുന്നത്, പെണ്ണിന് മറ വേണ്ട എന്ന് പറയുന്നവർ പെണ്ണിന്റെ നിലവാരം മനസ്സിലാക്കാത്തവരാണ്. പെണ്ണ് മറക്കുന്തോറും അവൾക്ക് ഭംഗിയും നിലവാരവും വർദ്ധിക്കുകയാണ്.
അതാണ് ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കിയത്. അതേസമയം എല്ലാവരും വരൂ, കാണൂ, രസിക്കൂ എന്ന് പറയുന്നതിലൊരു രസം തോന്നുന്ന നാണം കെട്ട പെണ്ണിനു മാത്രമേ ഇങ്ങനെ ചാനലുകളിൽ വന്ന് ഒച്ചവെക്കാൻ പറ്റൂ. അതല്ലാത്തവർക്ക് ഇസ്ലാമിക വേഷത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം പെണ്ണിനോട് കൽപ്പിച്ചിരിക്കുന്ന പരിധികള്, പെണ്ണിനോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങള്, അത് മുഴുവനും അവളുടെ സൗന്ദര്യത്തിനും സുരക്ഷയ്ക്കും ആവശ്യമായത് മാത്രമാണ്. വഹൂറുൻ നഈം കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. സൂറത്തുർ റഹ്മാനിൽ നിന്ന് ഞാൻ നേരത്തെ ആയത്തോതി, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. എന്നാൽ സൂറത്തു സ്വാഫാത്തിൽ ഒരായത്ത് കാണാം, വഇൻദഹും ഖാസിറാത്തു തുർഫിഈൻ കഅന്നഹുന്ന ബൈദും മക്നൂൻ. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ കിട്ടുന്ന പെണ്ണുങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നു. സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ സൗന്ദര്യം പറയുന്നു. വഇൻദഹും ഖാസിറാത്തു തുർഫി, കണ്ണുകളെ പരിമിതമാക്കുന്ന പെണ്ണുങ്ങളുണ്ട് അവിടെ, കണ്ണിനെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു പെണ്ണിലേക്ക് അവന്റെ കണ്ണുകൾ നീളുകയില്ല. ആ പെണ്ണിനെ ലഭിച്ചു കഴിഞ്ഞാൽ വേറെ ഒരുത്തിയിലേക്ക് അവന്റെ കണ്ണുകൾ നീളുകയില്ല, നാവ് നീളുകയില്ല. എന്താ കാരണം? അവൻ പൂർണ്ണമായും ഈ കിട്ടിയ പെണ്ണിൽ അവൻ സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തനാണ്. പിന്നെ എന്തിന് വേറൊരുത്തിയുടെ പിന്നാലെ പോകണം? ഖാസിറാത്തു തർഫ്, ഭർത്താക്കന്മാരുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളാണ്. അവരിലേക്ക് മാത്രമായി ഒതുക്കി നിർത്താൻ മാത്രം സൗന്ദര്യവും സ്വഭാവ ഗുണവുമുള്ള പെണ്ണുങ്ങൾ. അവർ സുന്ദരികളാണ്. കഅന്നഹുന്ന ബൈദും മക്നൂൻ, തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട മുട്ടയുടെ വെള്ള പോലെയായിരിക്കും അവരുടെ ശരീരത്തിൽ തൊട്ടാലുള്ള മിനുസം, ഓമനത്വമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോ നമ്മളെ പാവപ്പെട്ട സഹോദരിമാരിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, പഠിച്ചവനെ ഇതൊക്കെ ഇപ്പൊ ഹൂറുലിങ്ങളുടെ മഹത്വ പറയുന്നില്ലേ, ഇതൊക്കെ ആണുങ്ങൾക്കുള്ളതാ, പെണ്ണുങ്ങൾക്ക് പാവങ്ങൾക്കില്ലേ, ഇങ്ങനെ ഒരു അവസരം ഉണ്ടോ? ഇൻഷാ അല്ലാഹ് പറയാം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ പറയാം. ഈ വിഷയം അങ്ങ് കഴിഞ്ഞാ പറയാം. ഇനി ഇതേ വിഷയം തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഹ്മാനിൽ മറ്റൊരായത്തിൽ പറയുന്നത് കാണാം. സൂറത്തുർ റഹ്മാനിൽ തന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും, ഫീഹിന്ന ഖാസിറാത്തു തർഫി ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഈ സ്വർഗാവകാശികളായിരിക്കും അവരെ ആദ്യമായി സ്പർശിക്കുന്നത്. അവരുടെ മുമ്പ് ഒരു ജിന്നോ ഇൻസോ ലം യതുമിസ്ഹുന്ന അവരെ തൊട്ടിട്ടുണ്ടാവില്ല. അത്രയും വിശുദ്ധരായിരിക്കും, അത്രയും വിശുദ്ധരായിരിക്കും സ്വർഗത്തിൽ ലഭിക്കുന്ന സ്വർഗീയ തരുണികൾ. സുബ്ഹാനല്ലാഹ്. ഇവിടെയാണ് ഇനി ചിന്തിക്കാനുള്ളത്. ഹൂറുല്യങ്ങൾ ഉള്ളതുപോലെ, പുരുഷന്മാർക്ക് ഹൂറുല്യങ്ങൾ ഉള്ളതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരുണ്ടോ ഇല്ലേ? വിശുദ്ധ ഖുർആനില് തെളിച്ചെവിടെയും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഉണ്ടെന്നും ഇല്ലാന്നും പറയുന്നില്ല. ഹദീസിലും അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഇതുകൊണ്ട് നമുക്ക് ഇല്ലാന്ന് പറയാനും കഴിയില്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഖുർആനിൽ പറഞ്ഞത് മാത്രമാണ് സ്വർഗം എന്ന് മനസ്സിലാക്കിയെങ്കിൽ അത് അപകടമാണ്. ഒരിക്കലുമല്ല. ഖുർആൻ പറഞ്ഞത് മസലുൽ ജന്നയാണ്, സ്വർഗത്തിന്റെ സാമ്പിള് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ സൗന്ദര്യം വർണ്ണിക്കുമ്പോ അവിടെ സഹോദരിമാരുണ്ടെന്ന് പറഞ്ഞു. കാരണം സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് പെണ്ണുങ്ങൾ, അതുകൊണ്ട് അവരെ പറഞ്ഞതാണ്. പുരുഷനെ സൗന്ദര്യത്തിന്റെ പ്രതീകമായി കണക്ക് കൂട്ടാറില്ല, അതുകൊണ്ട് അത് പരാമർശിച്ചിട്ടുമില്ല. ഉണ്ടാവുന്നതിന് വിരോധമൊന്നുമില്ല. കാരണം സ്വർഗത്തിൽ അവന് കൊതിയുള്ളത്, അവൾക്ക് കൊതിയുള്ളതെല്ലാം കിട്ടുന്ന ഒരു ലോക. പക്ഷെ സൗന്ദര്യത്തിന്റെ പ്രതീകമായി പെണ്ണാ നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് ആ പെണ്ണിനെ ഒന്ന് പരാമർശിച്ചു, പ്രത്യേകം എടുത്തു പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ഹൂറുലിങ്ങൾ എന്ന സിസ്റ്റം
പുരുഷന്മാർക്കുള്ളതുപോലെ സ്ത്രീകൾക്കുണ്ടായില്ല എന്ന് വെക്കുക. ഈ ദുനിയാവിലെ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ദുനിയാവിലെ സഹോദരന്മാർ, ഭർത്താക്കന്മാർക്ക് മാത്രം പറഞ്ഞുവിടാ, ദുനിയാവിലെ സഹോദരന്മാരാണ് അവർക്കവിടെ ഭർത്താക്കന്മാരായി ലഭിക്കുന്നതെങ്കിൽ അതിലെന്തെങ്കിലും സംതൃപ്തിക്കുറവ് ഈ പെണ്ണിനുണ്ടാവുമോ? ഇല്ല. എന്തുകൊണ്ട്? ഹൂറുലിങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം ഒരു സൗന്ദര്യം വിശദീകരിക്കുന്നിടത്ത് മാത്രം പറഞ്ഞതാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? ഈ ഹൂറുലിങ്ങളെക്കാൾ മഹത്വം ഹദീസും ഖുർആനും ഒക്കെ പഠിപ്പിച്ചത് ഈ നാട്ടിലെ സ്വർഗീയ തരുണികൾക്കാണ്. ഭൂലോകത്തെ സ്വർഗീയ തരുണികൾ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സ്വർഗത്തിലെ പെണ്ണില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ നാളെ സ്വർഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഹൂറുലിങ്ങളെക്കാൾ സൗന്ദര്യമാണ്, ഹൂറുലിങ്ങളെക്കാൾ ആരോഗ്യമാണ്, ഹൂറുലിങ്ങളെക്കാൾ മിടുക്കാണ്, ഹൂറുലിങ്ങളെക്കാൾ സൽസ്വഭാവമാണ്. ഹൂറുലിങ്ങളെ തോൽപ്പിക്കും നിങ്ങൾ, സംശയിക്കണ്ട. ഹൂറുലിങ്ങളെ തോൽപ്പിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, മുത്തുനബിയുടെ ബീവിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഉമ്മു സലമ റസൂലുള്ളാഹിന്റെ ബീവിയ. ആ ഉമ്മു സലമ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനോട് ചോദിച്ചു, നിസാഉദ് ദുനിയാ അഫ്ളലു അമിൽ ഹൂറുൽ ഈൻ? നബിയേ, ആഖിറത്തിൽ പല പല സൗകര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഹൂറുലീങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹൂറുലീങ്ങളാണോ അതോ ദുനിയാവിലെ സ്വർഗത്തിലേക്ക് എത്തുന്ന സ്വർഗീയ പെണ്ണുങ്ങളാണോ, സ്വർഗത്തിലെ ഇഹലോക തരുണികളാണോ, അതോ ഹൂറുലീങ്ങളാണോ കൂടുതൽ മഹത്വമുള്ളവർ? സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിസാഉദ് ദുനിയാ അഫ്ളലു, ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാ കൂടുതൽ മഹത്വം. ഉമ്മുസലമ ബീവിയല്ലേ, വിട്ടില്ല. ഉമ്മുസലമ പറഞ്ഞു, അങ്ങനെ ലാഘവത്തോടെ അങ്ങ് പറഞ്ഞാ പോരാ, എത്ര കണ്ട് ഡിഫറൻസ് ഉണ്ടെന്ന് പറയണം. ഡിഫറൻസ് വിശദീകരിച്ചു തരണം. ഞങ്ങളും അവരും തമ്മിൽ എത്ര അന്തരമുണ്ട്. മുത്തുനബിയുടെ വിശദീകരണം നല്ല വിശദീകരണമാണ്. മുത്തുനബി പറഞ്ഞു, മേൽവസ്ത്രത്തിന് അടിവസ്ത്രത്തിനുള്ളതിനേക്കാൾ മഹത്വമുള്ളതുപോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. മേൽവസ്ത്രത്തിന് അടിവസ്ത്രത്തിനേക്കാൾ എത്ര മഹത്വമുണ്ടോ അത്ര മഹത്വമുണ്ട് ദുനിയാവിലെ പെണ്ണിന് ഹൂറുലീനേക്കാൾ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അടിവസ്ത്രവും മുകളിലെ വസ്ത്രവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും, അല്ലേ? ഇത് നിങ്ങൾക്ക് വേഗം പറഞ്ഞാൽ തിരിയും. അടിയിലെ വസ്ത്രം, ഉദാഹരണം എന്താ പറയാ? അടിവസ്ത്രത്തിന് ഉദാഹരണം ബനിയൻ. വേഗം മനസ്സിലാക്കാൻ പറയണം. ആ ബനിയൻ ഒന്ന് അഴുകിയാലും, എന്നും നമ്മൾ ബനിയൻ പുതിയത് അലക്കിയത് മാറ്റിപ്പോരും, അല്ലേ? പക്ഷെ ഒരു ദിവസം അലക്കിയതില്ലെങ്കിലും അഴുകിയ ബനിയൻ ഉള്ളുവെങ്കിൽ അത് ഇട്ട് നമ്മൾ ഒപ്പിക്കും. പക്ഷെ പുറത്തുള്ള ഡ്രസ്സ് അതിൽ അഴുക്ക് പറ്റിയാൽ പിന്നെ നമ്മൾ അത് ഇടുവോ? ഇല്ല. അതെപ്പോഴും ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കും. ബനിയനിന് ഒന്നോ രണ്ടോ ഒക്കെ ദ്വാരം വീണിട്ടുണ്ട്, ഉറുമ്പ് കടിച്ചിട്ടുണ്ട്, ദ്വാരം വീണിട്ടുണ്ട്, എന്നാലും അത് ഇട്ട് ഒപ്പിക്കും. പക്ഷെ കുപ്പായത്തിനോട്ട വന്നാൽ ഇടുവോ? ഇല്ല. പറയുമ്പം എന്തിനാ പിന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ഇതിൽ വിഷമിക്കേണ്ട കാര്യം? നിങ്ങൾ തന്നെയാണ് സ്വർഗത്തിലെ രാജാത്തികൾ, സംശയിക്കണ്ട. പക്ഷേ സ്വർഗത്തിലെ പെണ്ണാവണം. ഇവിടെയാണ് പെണ്ണ് തോൽക്കുക. സ്വർഗത്തിലെത്താൻ പറ്റിയ പെണ്ണാവണം. ആയാല് ഒരു ഹൂറുലിങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് എത്തില്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ? ഈ ഇരിക്കുന്ന നിങ്ങൾക്കറിയോ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? അറിയുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം മഹബൂബായ പടച്ചോനെ കാണല.
അത്ര വലിയ സന്തോഷം വേറെ ഒന്നിലുമില്ല എന്നാണ്. വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില മുഖങ്ങൾ അല്ലാഹുവിനെ കണ്ട് കണ്ട് ശോഭയാർന്ന മുഖങ്ങളായിരിക്കും. വുജൂഹു യൗമൈദിൻ നാദിറ. അന്ന് ചില മുഖങ്ങൾ പ്രശോഭിക്കുന്ന മുഖങ്ങളായിരിക്കും, തിളക്കമുള്ള മുഖങ്ങളായിരിക്കും. എന്താ അവരുടെ മുഖം തിളങ്ങാൻ കാരണം? ഇലാ റബ്ബിഹാ നാദിറ, ഇലാ റബ്ബിഹാ നാദിറ. അവയുടെ റബ്ബിനങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ മുഖങ്ങള്. റബ്ബിനെ കാണുന്ന സന്തോഷത്തിൽ ഇങ്ങനെ തിളങ്ങും സ്വർഗക്കാരുടെ മുഖം. അപ്പൊ അള്ളാനെ കാണലാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അതല്ലേ പണ്ട് മുതലേ നമ്മളിങ്ങനെ പറയുന്നത്, പടച്ചോനെ നിന്റെ ലിഖാ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം, നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണെന്നറിയോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാണും പെണ്ണും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് സങ്കല്പിക്കണം. ഇതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞെങ്കിലേ തിരിയൂ. അള്ളാന്റെ ഹബീബ് പറയാണ്, സ്വർഗത്തിൽ വെച്ച് ഇണയും തുണയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ശാരീരിക ബന്ധത്തിൽ ഏറ്റവും അതിന്റെ ക്ലൈമാക്സിലെത്തി നിൽക്കുകയാണ്. രതിസുഖം അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടുപേരും. എങ്കിൽ അവർ രണ്ടുപേരും മാത്രം ഒന്നായി, മറ്റുള്ളത് മുഴുവനും അവരുടെ കൽബിൽ നിന്ന് പുറത്തായി. അവര് മാത്രം എന്ന് പറഞ്ഞ് അവൻ അവളിലേക്കും അവൾ അവനിലേക്കും മാത്രം പരിമിതപ്പെടുന്ന ഒരു നേരമാണത്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ഇണയും തുണയും അവരുടെ ശാരീരിക ബന്ധത്തിന്റെ ക്ലൈമാക്സില് രതിസുഖം അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴായിരിക്കും അല്ലാഹു സ്വർഗത്തിലേക്ക് തിരുദർശനം അനുവദിക്കുന്നത്, അല്ലാഹുവിനെ കാണാനുള്ള ചാൻസ് നൽകുന്നത്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. കരുണക്കടലായ റബ്ബിൽ നിന്ന് നിങ്ങൾക്കൊരു സലാം, പിടിച്ചോളൂ. അപ്പൊ ഇവര് സ്വർഗത്തിൽ നിന്ന് മേലോട്ടങ്ങ് നോക്കുമ്പോ പടച്ചോനെ കാണും. ആ കാണുന്ന സമയത്ത് ആ ആണും പെണ്ണും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയസുഖം പോലും മറന്നുപോകുമെന്ന് സയ്യിദുൽ വജൂദ് ത്വാഹ റസൂലുള്ളാഹി. എത്രയാ റബ്ബിനെ കാണുമ്പോ മുസ്ലിമീങ്ങളുടെ മനസ്സിന്റെ സന്തോഷം, ആത്മനിർവൃതി എത്രയാ! വിശദീകരിക്കാൻ കഴിയാത്ത വാക്കുകളല്ലേ മുത്തുനബിയ പറഞ്ഞത്. വേഗം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. ഇതാണ് ഒരു സ്വർഗാവകാശിയുടെ ഏറ്റവും വലിയ സന്തോഷം. സെക്കൻഡ് ഏതാ? നമ്പർ 2 ഏതാ? ഒരു സ്വർഗാവകാശിയുടെ ഏറ്റവും വലിയ സന്തോഷം മഹാന്മാരെണ്ണുന്നു, അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ പറയുമ്പോഴൊക്കെ അവൻ പറഞ്ഞ് 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 പരിചയപ്പെട്ട, ആവേശപൂർവം അവൻ പറയുകയും സ്മരിക്കുകയും ചെയ്ത മുഹമ്മദുർ റസൂലുള്ളാഹി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴേക്ക് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വന്നു. ബാങ്കില് വന്നു, ഇഖാമത്തിൽ വന്നു, അത്തഹിയാത്തിൽ വന്നു, എല്ലായിടത്തും മുത്തുനബി ഇങ്ങനെ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഹബീബാണ് ഇവന്റെ ജീവിതത്തിലെ വലിയ ആവേശം. അപ്പൊ അള്ളാനെ കണ്ടതിന്റെ ശേഷം പിന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ രസം പടച്ചോന്റെ ഹബീബിനെ കാണലാൻ, ഹബീബുല്ലാഹിയെ കാണലാൻ, മുത്തുനബി തങ്ങളെ കാണലാണ്. സുബ്ഹാനല്ലാഹ്. അതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു സുഖമെന്താ? പറയൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അള്ളാനെ കണ്ടു, ഹബീബിനെ കണ്ടു, പിന്നെ സ്വർഗാവകാശി അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖമെന്താ? മഹാന്മാർ രേഖപ്പെടുത്തുന്നു. പിന്നെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം അടിപൊളി ഭക്ഷണമല്ല, അടിപൊളി പാനീയങ്ങളല്ല, വിലപിടിപ്പുള്ള ഡ്രസ്സുകളല്ല, വിലപിടിപ്പുള്ള കൊട്ടാരങ്ങളല്ല. അതൊക്കെ സ്വർഗത്തിൽ കിട്ടും. പക്ഷേ അതിലൊന്നുമല്ല ഒരു മുസ്ലിമിന്റെ മൂന്നാമത്തെ സന്തോഷം. സ്വർഗത്തില് ഞാൻ സ്വർഗത്തിൽ പോയി എന്റെ വാപ്പയെ അവിടെ കാണുന്നില്ല, എന്റെ ഉമ്മനെ അവിടെ കാണുന്നില്ല, എന്റെ ഭാര്യയെ കാണുന്നില്ല, എന്റെ മക്കളെ കാണുന്നില്ല. വല്ലാതെ ടെൻഷൻ അടിക്കുന്നു.
ആ ഭാര്യയും ഭർത്താവും വാപ്പയും ഉമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് ഒത്തുകൂടുന്നു. വാപ്പയും ഉമ്മയും കെട്ടിയോനും കെട്ടിയോളും കുട്ടികളും ഒരൊറ്റ സ്വർഗത്തിൽ ഇങ്ങനെ കയറിയിരിക്കുക. കുടുംബസംഗമം, സ്വർഗത്തിലൊരുക്കുന്ന കുടുംബസംഗമം. ആ കുടുംബസംഗമത്തിലേക്ക് മാലാഖമാര് കടന്നുവന്നവരെ അനുമോദിക്കും. സൂറത്തുർ റഅദിലാണ് അല്ലാഹു ഇത് പറയുന്നത്. ഏറ്റവും വലിയ സന്തോഷമല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇത്. അതാ അല്ലാഹു പറയുന്നു, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. എന്താ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കേൾക്കുന്നത്? ഞാൻ സ്വർഗത്തിലെത്തുന്ന സമയത്ത് അള്ളാഹു നമ്മളെയൊക്കെ എത്തിച്ചു തരട്ടെ. എത്തുന്ന സമയത്ത് എനിക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോ എന്നോട് വിട്ടുപിരിഞ്ഞു പോയ, എന്നെ അനാഥയാക്കി ഇവിടെ നിന്ന് നീങ്ങിയ എന്റെ പ്രിയപ്പെട്ട പിതാവിനെ സ്വർഗത്തിൽ കാണുമ്പോൾ എന്റെ മനസ്സിന്റെ കുളിരെത്രയായിരിക്കും അല്ലേ? ആ പിതാവിന്റെ ചാരത്തിന്റെ ഉമ്മയെ കാണുമ്പോൾ എന്റെ കെട്ടിയോളും എന്റെ കുട്ടികളും വാപ്പയും ഉമ്മയും ജ്യേഷ്ഠനും അനുജനും പെങ്ങളും ഒക്കെ ഒരുമിച്ച് ഒരു സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മലക്കുകൾ വന്നുകൊണ്ട് നമ്മളെ അനുമോദിക്കുക. സലാമുൻ അലൈക്കും ബിമാ സബർതും. ഇതിനെന്ത് ചെയ്യണം? സാലിഹീങ്ങളാവണം. ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വാപ്പയായാ പോരാ, ഉമ്മയായാ പോരാ, കുട്ടിയായാ പോരാ, കെട്ടിയോനായാ പോരാ, കെട്ടിയോളായാ പോരാ. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. കെട്ടിയോനും കെട്ടിയോളും കുട്ടികളും മാതാപിതാക്കളും സാലിഹീങ്ങളാണെങ്കിൽ ഒരു സ്വർഗത്തിൽ ഒരുത്തുകൂടും, ഒരു റൂമിൽ ഒത്തുകൂടും. അപ്പൊ മലായികത്ത് ഇങ്ങനെ കടന്നു വരുമ്പോൾ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും മലക്കുകൾ ഇങ്ങനെ കടന്നു വന്നിട്ട് പറയാണ്, സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങളെ അയൽക്കാരെ പോലെ ആയില്ല. അയൽപക്കത്ത് വാപ്പ ഒരു ഭാഗത്ത് വേണ്ടാത്തരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഉമ്മ അപ്പുറത്തൊരു വേണ്ടാത്ത പുസ്തകം വായിക്കുകയായിരുന്നു, മക്കൾ അപ്പുറത്തിരുന്ന് സിനിമ കാണുകയായിരുന്നു അല്ലേ? ഭാര്യയും ഭർത്താവും അതാ അവരൊക്കെ എന്തോ വേണ്ടാത്തരങ്ങളിലാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ മാത്രം നന്നായാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും, മറ്റുള്ളവർക്ക് വരാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണ് അയൽക്കാരൻ അബൂബക്കർ മാത്രം എത്തിയിരിക്കുന്നു, വേറെ ഒരാളെയും കാണുന്നില്ല. വാപ്പയും ഉമ്മയും കെട്ടിയോനും കുട്ടികളും ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അവനോട് പറയുന്നു, അല്ല, ഈ വാപ്പയും ഉമ്മയും കെട്ടിയോനും കുട്ടികളും ഒക്കെ ഒരുമിച്ച് സ്വർഗത്തിൽ എത്തിയവനോട് പറയാണ്, സവാ, നിങ്ങൾക്ക് ഏറ്റവും സലാമുൻ അലൈക്കും ബിമാ സബർതും. അന്ന് നിങ്ങൾ അയൽക്കാരനെ പോലെ തോന്നിയതുപോലെ കളിച്ച് നടക്കാത്തത് കൊണ്ടല്ലേ, നിങ്ങൾ കുടുംബം മുഴുവനും സ്വാലിഹീങ്ങളായതുകൊണ്ട്, അല്പം ക്ഷമിച്ചതുകൊണ്ട്, വേണ്ടാത്തരം കാണാതെ, വേണ്ടാത്തരം വായിക്കാതെ, പറയാതെ, ചെയ്യാതെ നല്ല നിലക്ക് ജീവിച്ചതുകൊണ്ടല്ലേ സ്വർഗത്തിലൊത്തുകൂടാൻ കഴിഞ്ഞത് കുടുംബസമേതം. സലാമുൻ അലൈക്കും. ഇനി നിങ്ങൾ പേടിക്കണ്ട, എന്നും കുടുംബമേ നിങ്ങൾക്ക് റബ്ബിന്റെ സലാമുണ്ട്, രക്ഷയുണ്ട്, സമാധാനമുണ്ട്. നിങ്ങൾക്ക് ഈ കിട്ടിയ അവസാനത്തെ വീട് എത്ര ചേലുള്ള ഭവനമാണ്, എന്തൊരു ഭംഗിയുള്ള ഭവനമാണ് അല്ലാഹു നിങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് അനുമോദിക്കും. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ? അവന്റെ ഭാര്യയും കുട്ടികളും നാളെ പരലോകത്ത് വാപ്പയും ഉമ്മയും ഭാര്യയും കുട്ടികളും ഭർത്താവും ഒരുമിക്കുക എന്നുള്ളതാ. പിന്നെ എന്ത് ടെൻഷനാ വകുപ്പുള്ളത്? ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിസാഉദ് ദുനിയാ ഫുളൽ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഞാന് പാലക്കാട് ജില്ലയിൽ നിന്നൊരിക്കൽ ഇതേക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ കൂട്ടത്തിലൊരാൾ സദസ്സിൽ നിന്ന് എന്നോട് ചോദിച്ചു. ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഉസ്താദേ, ഹൂറുലിങ്ങളെക്കാൾ മഹത്വം ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണോ? ആണ്. ഫത്ഹുൽ മുഈൻ അടക്കം ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കിതാബുകളിലും ഉണ്ട്. പിന്നെ ഹദീസുകളിലും ആയത്തുകളിലും എന്തായാലും ധാരാളമുണ്ട്. പറഞ്ഞപ്പോ ഇയാൾ ചോദിച്ചു, പിന്നെ എന്തിനാ ഉസ്താദേ ഈ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ദ്വാരക്കുന്നത്? അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി
വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, ഇയാളുടെ പുതിയാപ്പിള ഇവന്റെ ഭാര്യയേക്കാൾ നല്ല ഒരു ഭാര്യ, ഇവന്റെ കുടുംബത്തെക്കാൾ നല്ല കുടുംബം ഒക്കെ കൊടുക്കണം എന്ന് നമ്മളിങ്ങനെ ദ്വാരക്കല്ലേ. എന്തിനാണ് ഈ ദ്വാ നടത്തുന്നത്? അപ്പൊ ഇതിലേറെ നല്ലത് ഏതോ കിട്ടാണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ഇയാൾ ചോദിക്കുകയാണ്. നമ്മളെപ്പോഴും ദ്വാരക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് മയ്യിത്ത് നിസ്കാരത്തിന്റെ ചാപ്റ്റർ അതില് ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ എഴുതിയത് കാണാം. ആയത്തിലും ഹദീസിലും ഒക്കെ വ്യക്താണ്, ഹൂറുല്ലിങ്ങളെക്കാൾ മഹത്വം ആർക്കാണ്? ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണ്. അപ്പൊ പിന്നെ വഅബ്ദിൽഹും ദാറൻ ഖൈറൻ മിൻ ദാരിഹിം വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹിം വസൗജൻ ഖൈറൻ മിൻ സൗജിഹിം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? വൽ മുറാദു ബിൽ ഇബ്ദാലി ഫിൽ അഹ്ലി വസ്സൗജതി, ഭാര്യയെയും മക്കളെയും ഒക്കെ മാറ്റിക്കൊടുക്കണം, ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഇബ്ദാലുൽ ഔസാഫി ലസ്സവാതി, അവരെ തന്നെ ചേഞ്ച് ചെയ്യണമെന്നല്ല, അവരുടെ സ്വഭാവങ്ങൾ മാറ്റിക്കൊടുക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, പടച്ചോനെ ഇയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു ദുനിയാവില്, പാത്തുമ്മ കുട്ടിയാത്ത. ആ പാത്തുമ്മത്താത്ത ഇയാൾക്ക് വേണ്ട, ഒരു ഹൂറുലീനായ പെണ്ണിനെ കൊടുക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ ഇയാളെ ഭാര്യ പാത്തുമ്മത്താത്ത ഒരു 2.5 മീറ്റർ നാക്ക് നീളമുള്ള പെണ്ണായിരുന്നു. പാത്തുമ്മത്താ തന്നെ ആവട്ടെ ഇയാളുടെ ഭാര്യ സ്വർഗത്തിലും, പക്ഷേ നാവിന്റെ നീളമൊന്ന് കുറയണം, ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണോ ദോഷവശങ്ങളുള്ളത് അത് മുഴുവനും മാറ്റിക്കൊടുക്കണം. ദുസ്വഭാവിയാണെങ്കിൽ സൽസ്വഭാവിയാക്കി കൊടുക്കണം, വിരൂപിയാണെങ്കിൽ സുന്ദരിയാക്കി കൊടുക്കണം, രോഗിയാണെങ്കിൽ ആരോഗ്യമുള്ളവളാക്കി കൊടുക്കണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇബ്ദാലുൽ ഔസാഫ് ലദ്ദവാത്ത്, ആളെ തന്നെ ചെയ്യണം എന്നല്ല, ഗുണങ്ങൾ മാറ്റിക്കൊടുക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ നീണ്ട നാക്കുമായിട്ട് അങ്ങോട്ട് വരണ്ട. സുബ്ഹാനല്ലാഹ്, ഞാൻ പലപ്പോഴും എന്റെ വേദികളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പം സദസ്സിനൊക്കെ വലിയ സന്തോഷമാണ്. സന്തോഷിക്കാത്ത ഒറ്റ ആളുകളും ഉണ്ടാവില്ല, വളരെ അപൂർവ ആളുകൾ. എന്റെ സദസ്സിൽ അന്ന് പ്രസംഗം കേൾക്കുന്ന ഒരാൾ ഒരു ക്ലാസ്സിൽ, കൊണ്ടോട്ടി ക്ലാസ്സിൽ വെച്ച് പറയുമ്പോ അവിടുന്ന് ഒരു മധ്യവയസ്കനായ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇന്നാണ് എനിക്ക് ക്ലാസ് ആകെ ചടച്ചത്. ഇയാള് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, എന്നും ക്ലാസ് കേട്ട് പോകുമ്പോ ഞായറാഴ്ച കഴിയുമ്പോൾ ഒരു വല്ലാത്ത ആവേശം, ഇന്ന് ചെറിയ ചടപ്പ് കുടുങ്ങിയ. എന്താ കാരണം? ഞാൻ വിചാരിച്ചത് ഒരു 10-40 കൊല്ലം ഈ പാത്തുമ്മക്കുട്ടിനെ സഹിച്ചാ മതിയെന്ന. ഇന്നത്തെ ക്ലാസ് കേട്ട് നോക്കുമ്പോ സ്വർഗത്തുക്കും ഇവിടെ എന്നെ കുത്തിക്കെട്ടി വരും. എനിക്ക് വേണ്ട ഉസ്താദേ മുതലും, എനിക്ക് അവിടെയെങ്കിലും ഇതൊന്ന് മാറിക്കിട്ടണം. ഇയാൾ പറയാം, ഇത് കേവലം ഒരു തമാശയല്ല. അയാൾ ആ തമാശ പറഞ്ഞതിന്റെ പിറകിൽ പല കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ അയാളെ സമാധാനിപ്പിച്ചു, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങളൊട്ടും ബേജാറാവണ്ട. കാരണം പാത്തുമ്മക്കുട്ടിയാത്താനോട് ചടപ്പ് തോന്നാനുള്ള കുറെ കാരണങ്ങൾ ഉണ്ടാവും. അതൊന്നും അവിടെ വരുന്ന പാത്തുമ്മക്കുട്ടിക്ക് ഉണ്ടാവില്ല. പിന്നെ പ്രശ്നം തീർന്നല്ലോ. ദുസ്വഭാവം ഉണ്ടാവില്ല, സൽസ്വഭാവം. സൽസ്വഭാവം അതിന്റെ പ്രതീകമായിരിക്കും പാത്തുമ്മത്താത്ത, സൗന്ദര്യത്തിന്റെ പ്രതീകമായിരിക്കും പാത്തുമ്മത്താത്ത. പിന്നെ നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? ആരോഗ്യം ഉണ്ടാകും, സൗന്ദര്യം ഉണ്ടാകും, സൽസ്വഭാവം ഉണ്ടാകും, എല്ലാം കൊണ്ടും ആ പാത്തുമ്മത്താത്ത നല്ല ഉഷാറായിരിക്കും. അല്ലെങ്കിലും സൗന്ദര്യമോ ആരോഗ്യമോ ഒന്നുമല്ല ബാധിക്കാറുള്ളത്, സ്വഭാവ ദൂഷ്യമാണ്. പെണ്ണുങ്ങളെ വെറുക്കുന്ന ഏറ്റവും വലിയ ഘടകം. ഞാൻ ഉമ്മമാരോട് പറയുന്നു, ഭർത്താക്കന്മാരെ സ്നേഹിക്കണം, നല്ല നിലയിൽ പെരുമാറണം. ഭർത്താക്കന്മാർ തിരിച്ചും പെണ്ണുങ്ങളോട് നല്ല നിലയിൽ പെരുമാറണമെന്ന് ഉണർത്തുകയാണ്. എങ്കിലേ നമുക്ക് നാളെ സ്വർഗത്തിൽ ഒന്നിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എല്ലാ പോരായ്മകളും തീർത്ത് നല്ല ഒരു ജീവിതം അല്ലാഹു നൽകും. സുബ്ഹാന മൻ ജല്ല ജലാലു. അപ്പൊ ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല ഭാര്യ, അവരോടൊന്നിച്ച് നാളെ പരലോകത്ത്, ഈ ദുനിയാവിൽ ഭാര്യയും ഭർത്താവുമായവർ നാളെ പരലോകത്തും ഭാര്യയും ഭർത്താവുമായി ഒന്നിക്കാന്ന് പറഞ്ഞാൽ അതിലെ സുഖമെത്രയാണ്, സന്തോഷമെത്രയാണ്. ഒന്ന് ആത്മാർത്ഥമായി ആമീൻ പറയൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് നമ്മളെ കുടുംബത്തിന് ഇതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളെ കുടുംബത്തോടൊപ്പം ഒന്നിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ആമീൻ പറഞ്ഞു. ആരുടേതെങ്കിലും കനം കുറവുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ആരെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക അല്ലേ? വേറൊക്കെ ദ്വാരുന്നോളി ഉസ്താദേ, ആ ദ്വാ വേണ്ടാന്ന് പറയുന്ന പോലെ ആരെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടാവൂല. കാരണം എന്താ?
ഭാര്യ മരിക്കുമ്പോഴാ ഭാര്യയുടെ വില അറിയാം. ഭർത്താവ് പോകുമ്പോഴാണ് ഭർത്താവിന്റെ വില അറിയാം. അതൊക്കെ അത് നീങ്ങുമ്പോഴാണ് അതിന്റെ വിലകൾ അറിയാം. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കുടുംബസമേതം സ്വർഗ്ഗത്തിൽ ഒന്നിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മറുപടികൾ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ വെറുതെ പിന്നെയും ചോദിച്ചു സംശയം. മുത്തുനബിയോട് ചോദിച്ചു, നബിയേ, ഒരു പെണ്ണിന് 2 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഏത് ഭർത്താവിനെയാണ് ആഖിറത്തിൽ അവൾക്ക് ലഭിക്കുക? അടുത്ത ചോദ്യം. ഒരു പുരുഷന് 2 ഭാര്യമാര് കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു പെണ്ണിന് 2 ഭർത്താക്കന്മാരോ? അതെ, ഒരാൾ മരിച്ചു, അതിന്റെ ശേഷം അവളെ പിന്നെയും കല്യാണം കഴിച്ചു. ത്വലാഖിയല്ല, പിന്നെ ബന്ധം പിരിഞ്ഞു, പിന്നെ സ്വർഗത്തിൽ അവരൊന്നിക്കൂല. ത്വലാഖിയല്ലേ ഭർത്താവിനോടൊപ്പം പിന്നെ സ്വർഗത്തിൽ ഒന്നിക്കൂല, കാരണം ആ ബന്ധം മുറിഞ്ഞു. പക്ഷെ ത്വലാഖ് ചെല്ലാതെ മരണം, അത് ത്വലാഖല്ലല്ലോ, ബന്ധം പിരിഞ്ഞിട്ടില്ല. പക്ഷെ ആ മരണം വന്നപ്പോ അയാൾ വേറെ കല്യാണം കഴിച്ചു. ഏത് ഭാര്യയാണ്? ഈ ഭാര്യയുടെ ഭർത്താവ് മരിച്ചു. ആ ഭർത്താവിന് ശേഷം അവൾ വേറെ ഒരു ഭർത്താവിനെ കല്യാണം കഴിച്ചു. ഏത് ഭർത്താവിനെ ആ സ്വർഗത്തിൽ കിട്ടുക? ഉമ്മു സലമത് ചോദിക്കാൻ ഒരു കാര്യവും കൂടെ ഉണ്ട്, അതും കൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കണം നല്ലതാ. ആരാ ഉമ്മു സലമ? ബഹുമാനപ്പെട്ട അബൂ സലമ തങ്ങളുടെ ഭാര്യയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അങ്ങനെയാണ് അബൂ സലമയും ഉമ്മു സലമയും നല്ല ലോക്യത്തിലായിരുന്നു, നല്ല സന്തോഷത്തിലാ ജീവിച്ചത്. നല്ല കോശിയുള്ള ജീവിതമായിരുന്നു. അതിനിടയിലാണ് ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമ്മു സലമ അബൂ സലമയോടൊപ്പം മണിയറയിൽ കിടക്കുമ്പോൾ അതാ അവിടത്തെ കരം പകർന്നുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നു ഹബീബേ, നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴമൊന്ന് തൊട്ടറിയാൻ ഒരു ചെറിയ വാക്ക്, ഒരു കരാർ എനിക്ക് തരാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഉമ്മു സലമ അബൂ സലമയോട് അന്ന് ചോദിച്ചു. അബൂ സലമ ചോദിച്ചു, എന്ത് വാക്കാ തരേണ്ടത്? ഉമ്മു സലമ പറഞ്ഞു, ഞാൻ ആദ്യം മരിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുത്, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഞാനും വേറെ കല്യാണം കഴിക്കരുത്. അപ്പോഴാണ് നമ്മളെ സ്നേഹം ഇങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉറപ്പ് വരിക. തരാൻ പറ്റുമോ ആ വാക്ക്? ബഹുമാനപ്പെട്ട അബൂ സലമ കൊടുത്ത മറുപടി നോക്കിക്കോ. അബൂ സലമ പറഞ്ഞു, അല്ലേ, പെണ്ണുങ്ങൾ ഈ ജാതി വർത്താനൊക്കെ പറയുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മു സലമ, ഞാൻ നിന്നെ എന്റെ ജീവനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഉറപ്പ്. ഈ വാക്ക് എനിക്ക് തരാനും പറ്റും. നീ മരിക്കുകയാണെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കൂല എന്ന് വാക്ക് തരാം. പക്ഷെ അതിനൊരു ഡിമാൻഡ് ഉണ്ട്. എന്താണ്? ഞാൻ മരിച്ചാൽ നീ വേറെ കല്യാണത്തിന് തയ്യാറാവണം എന്നാ ഞാനിത് പറഞ്ഞോളാം. നീ മരിച്ചാൽ ഞാൻ വേറെ കെട്ടൂല എന്നുള്ളതിന്, ഞാൻ മരിച്ചാൽ നീ വേറെ കല്യാണം കഴിക്കാൻ തയ്യാറാവണം. ആ ഉറപ്പ് എനിക്ക് തരികയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉറപ്പ് തരാം. കുടുങ്ങിയില്ലേ? ബഹുമാനപ്പെട്ട ഉമ്മു സലമ കുടുങ്ങി. ഉമ്മു സലമ ബീവി അബൂ സലമ തങ്ങളോട് പറഞ്ഞു, പൊന്നു ഭർത്താവേ, ഇതിനല്ലല്ലോ ഞാനിത് പറഞ്ഞത്. എന്റെ മനസ്സിന്റെ ആ ശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, എന്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആഴവും പരപ്പും നിങ്ങൾ മനസ്സിലാക്കാനല്ലേ ഞാൻ ഇത്രത്തോളം പറഞ്ഞത്. എന്നിട്ട് എന്നോട് തിരിച്ചിങ്ങനെ പറയാമോ? മാനവറുകൾ പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിലേ ഞാൻ വാക്ക് തരൂ, അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കുന്നു. അബൂ സലമ പറഞ്ഞു, അത് സഹിക്കാൻ ഉമ്മു സലമക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കും. അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ നീ കഴിക്കാൻ തയ്യാറാവണം, എങ്കിൽ ഓക്കെ, ഞാൻ തീരുമാനിച്ചോളാം. ഗതിയില്ലാതെ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് സമ്മതിക്കേണ്ടി വന്നു. ഈ വാക്കൊന്ന് കേൾക്കാനുള്ള സന്തോഷം കൊണ്ട് സമ്മതിച്ചു കൊടുത്തതാ, മനസ്സിലൊട്ടും അതിന് താല്പര്യമില്ല. പക്ഷേ അതൊരു വലിയൊരു ഹിക്മത്തുണ്ടായിരുന്നു. അബൂ സലമ വഫാത്തായി, റസൂലുള്ളാഹിക്ക് വഹി വരുന്നു, ഉമ്മു സലമയെ കല്യാണം കഴിക്കണം, ഉമ്മു സലമയെ കല്യാണം കഴിക്കണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നല്ല, അബൂ സലമയേക്കാൾ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ലോകത്തെനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ടില്ല. മുത്തുനബി ഏതായാലും കല്യാണം കഴിക്കുന്നത് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അപ്പോഴാണ് എന്റെ ജീവിതത്തിലേക്ക് മുത്തുനബി കടന്നു വന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഏത് പെണ്ണാ വേണ്ടാന്ന് പറയാ? സൗദാ ബീവിക്ക് പ്രായത്ര ഉണ്ടായിരുന്നു. ആ സൗദാ ബീവിയും റസൂലുള്ളാഹിന്റെ ഭാര്യയാവുകയാണ്. എന്നിട്ട് സൗദാ ബീവിക്ക് ശാരീരിക ആവശ്യങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ട്, ആവശ്യമില്ലാത്തതുകൊണ്ട് തന്റെ ദിവസവും കൂടെ ആയിഷ ബീവിക്ക് വേണ്ടി മാറ്റിക്കൊടുക്കുകയാണ്, അനുവദിച്ചു കൊടുക്കുകയാണ്. ബീവി സൗദാ ബീവിക്ക് ഒറ്റ താല്പര്യമേ ഉള്ളൂ. എന്താണത്? ശാരീരിക സമ്പർക്കങ്ങളായിരുന്നില്ല അവിടുത്തെ ലക്ഷ്യം. മുത്തുനബിയുടെ ബീവിയാവുക, എന്നിട്ട് സ്വർഗത്തിൽ മുത്തുനബിയുടെ ബീവിയാവണം. ഇതിനു വേണ്ടി മാത്രമാണ് സൗദാ ബീവി കല്യാണത്തിന് തയ്യാറാകുന്നത്. എന്തൊരത്ഭുതമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഏതാവട്ടെ, ബഹുമാനപ്പെട്ട ഉമ്മു സലമയെ സയ്യിദുനാ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു. പിന്നെ അബൂ സലമയൊക്കെ പിന്നിലായി, ഉറപ്പാണല്ലോ. കാരണം ലോകത്ത് ഇത്ര വലിയൊരു മനുഷ്യനെ വേറെ കിട്ടാനില്ലല്ലോ. അപ്പോഴാണ് ഉമ്മു സലമ ചോദിച്ചത്, നബിയെ, 2 ഭർത്താക്കന്മാരുണ്ടായാൽ ആരെയാണ് ഈ പെണ്ണിനെ തെരഞ്ഞെടുക്കാൻ പറ്റുക? നോക്കണം നിങ്ങൾ, അന്ന് അബൂ സലമ പറഞ്ഞ വാക്ക് നോക്കുങ്ങള്. ഇപ്പൊ ഉമ്മു സലമക്ക് റസൂലുള്ളാഹിനെ കിട്ടണം, അത് കിട്ടുമോ നോക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഖിറത്തിൽ ഭർത്താവായി ലഭിക്കണം, അത് കിട്ടുമോ ഇല്ലേ എന്ന് അറിയാനാണ് ആ സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിന്റെ സൂത്രമൊക്കെ റസൂലുള്ളാഹിക്ക് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയ്യഹുമാ ശിഅ്തി തഖ്താരീൻ, നിനക്ക് ഇഷ്ടമുള്ള പോലെ തെരഞ്ഞെടുക്കാറുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. ഭർത്താവ് മരിച്ചതിന് ശേഷം വേറെ കെട്ടിച്ചാല് ഏത് ഭർത്താവിന്റെ കൂടെ കൂടുകയാണ്? അത് ഇഷ്ടമുള്ള ഭർത്താവിന്റെ കൂടെ കൂടാം, ഇഷ്ടമുള്ള ഭർത്താവിന്റെ കൂടെ കൂടാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറയുന്നു ഉമ്മു സലമ, ഇദൻ അഖ്താറുക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു ചോയ്സ് എനിക്ക് ലഭിച്ചാൽ എന്റെ സെലക്ഷൻ തങ്ങളായിരിക്കും. തങ്ങളെ കണ്ടോ എങ്ങനെ ഉണ്ട്? അന്ന് അബൂ സലമ നിർബന്ധിച്ച് പറയിപ്പിച്ചത് നല്ല കാര്യം ഇപ്പൊ ഇല്ലേ? കണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ധാരാളം സംഭവങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൂറുലിങ്ങളെക്കാൾ പവറുള്ളതാർക്കാണ്? ദുനിയാവിലെ സഹോദരിമാർക്ക് തന്നെയാണ്. ദുനിയാവിലെ സഹോദരിമാർക്ക് തന്നെയാണ്. അവര് ചില്ലറക്കാരല്ല. കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ. ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ, അവർ ചെയ്തതിനുള്ള പ്രതിഫലമായിട്ടാണ് അവർക്കിത് ലഭിക്കുന്നത്. എന്ത്? ഈ പറഞ്ഞ സ്വർഗമൊക്കെ ഇവർക്ക് കിട്ടുന്നത് അവർ ചെയ്തതിനുള്ള പ്രതിഫലമായിട്ടാണ്. ആര് ചെയ്തതിനുള്ള? സ്വർഗാവകാശികൾ. സ്വർഗാവകാശികൾ ചെയ്തതിനുള്ള പ്രതിഫലമായിട്ടാണ് അവർക്ക് ഇതൊക്കെ ലഭിക്കുന്നത്. അൽഹംദുലില്ലാ, ബക്കറ്റ് വരുന്നുണ്ട്. നിങ്ങളൊക്കെ സഹകരിക്കണം, നല്ല സംഭാവന കൊടുക്കണം എന്നൊറ്റ വാക്കിൽ ഉണർത്തുകയാണ്. കാരണം ഇന്ന് നമ്മുടെ സോൺ SYSന്റെ വാർഷിക കൗൺസിലും പുതിയ മുസ്ലിം ജമാഅത്തിന്റെ രൂപീകരണമൊക്കെ ആയപ്പോൾ അരീക്കോട് മജ്മഅയിൽ അതുമായി ബന്ധപ്പെട്ടൊന്ന് കയറേണ്ടി വന്നു. ഇവിടത്തെ സജീവ പ്രവർത്തകരിൽ പോലും പലരും ഇപ്പം അവിടെയാ ഉള്ളത്. കാരണം നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് അവിടെ ഒന്ന് പങ്കെടുക്കാൻ കയറിയതുകൊണ്ടാണ് ഒരു 1/4 മണിക്കൂർ വൈകിയത്. നാളെ അതുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് കൃത്യസമയത്ത് തന്നെ തുടങ്ങുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. 1/4 മണിക്കൂർ വൈകിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് കൂട്ടത്തിൽ നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് ഒറ്റ വാക്കിൽ ഉണർത്തി. അരീക്കോട് മജ്മഅയിലെ ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ മുമ്പിൽ ഒരു പുസ്തകവുമായിട്ട് വരും. ആ വിദ്യാർത്ഥി എഴുതിയ പുസ്തകമാണ് എന്തുകൊണ്ട് സ്നേഹിക്കപ്പെടണം എന്ന ഒരു വിഷയം. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കേണ്ടത്? അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ തിരുനബിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട വ്യക്തി. അപ്പൊ എന്തുകൊണ്ട് സ്നേഹിക്കപ്പെടണം എന്ന ആ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. നിങ്ങളൊക്കെ അത് വാങ്ങണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പരമാവധി വാങ്ങുക. അതിന്റെ കാശ്, ചെറിയൊരു കാശ് കൊടുത്തിട്ട് നിങ്ങൾ എല്ലാവരും അത് വാങ്ങണം എന്ന് പ്രത്യേകം നിങ്ങളോട് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വർഗത്തിലെ സൗകര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഇതൊക്കെ എന്തിന്റെ പേരിൽ കിട്ടിയതാ? ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ. മുഖറബീങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലമായിട്ടാണ് ഇതൊക്കെ കിട്ടുന്നത്.
അവര് കുറെ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, കുറെ നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന് പ്രതിഫലമായിട്ടാണ് കേട്ടോ പടച്ച റബ്ബ് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി ജസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നവരുടെ കഥ പറയാൻ പോകുന്നു. ശേഷം അടുത്തത് ജസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നവരുടെ കാര്യമാ സുഹാബുൽ യമീൻ മാ സുഹാബുൽ യമീൻ. ഇൻഷാ അല്ലാഹ് അതും കൂടെ ഒന്ന് പറയണം. വേഗം അങ്ങോട്ട് പറഞ്ഞു തീർത്തിട്ടെങ്കിലും പറയണം. ഇൻഷാ അല്ലാഹ് പറയും. പക്ഷേ അവിടെ അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവില്ല. ജസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നവർക്ക് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന് പറയുന്നില്ല. കാരണം അവർക്ക് അത് പറയാൻ വകുപ്പില്ല. അവർക്ക് തീർത്തു ഔദാര്യം കൊണ്ട് കിട്ടുക പടച്ചോന്റെ. ധാരാളം നന്മകളും ചെയ്തിട്ടുണ്ട്, ധാരാളം തിന്മകളും ചെയ്തിട്ടുണ്ട്. ഒരു നന്മ മുമ്പിലായി പോയി എന്ന കാരണം കൊണ്ട് അള്ളാഹു സ്വർഗം അനുവദിക്കുമ്പോൾ അവർ ചെയ്തതിന്റെ വലുപ്പം കൊണ്ട് എന്ന് പറയാനില്ല. അള്ളാന്റെ ഔദാര്യം കൊണ്ട് കിട്ടുക. അതേസമയം ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന് പറഞ്ഞത് മുഖറബീങ്ങളെ പറ്റി. കാരണം മുഖറബീങ്ങൾ ധാരാളം ചെയ്തോല. അവരിഷ്ടം പോലെ സുന്നത്ത് നിസ്കരിച്ചവരാ, നോമ്പ് നോറ്റവരാ, ഖുർആൻ ഓതിയവരാണ്. സുഹൃത്തുക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാഴ്ച ജീവിതത്തിലുണ്ടോ, കിട്ടിയിട്ടുണ്ടോ, തന്റെ പ്രായത്തിൽ കിട്ടിയിട്ടുണ്ടോ ഒരു ഖത്മ് റെഡിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്? ഞമ്മക്കോ എന്തുണ്ട്? ഞാൻ പറയുന്നത് മുഖറബീങ്ങൾക്ക് ജസാഅൻ ബിമാ കാനൂ യഅമലൂനാണ് കിട്ടുന്നത് എന്ന് ഉറപ്പ്. ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, അവരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഊറ്റം കൊള്ളും. നഫീസത്തുൽ മിസ്രിയ സ്വന്തം ഖബറിൽ കിടന്നിട്ട് 7000 ഖത്മോദി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. 6000 ഖത്മ്, 7000 ഖത്മ് പറയാൻ എന്ത് സുഖമുണ്ട്. ജീവിതത്തിൽ ഒരു 7 ഖത്മെങ്കിലും പരലോകത്തേക്ക് വേണ്ടി, ഖബറിലേക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അപ്പൊ നഫീസത്ത് ബീവിയെ പറ്റി ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന് പറയാൻ വകുപ്പുണ്ട്. ഇതാ ഞാൻ പറയുന്നത്. അവരിഷ്ടം പോലെ ചെയ്തവരാണ്. അപ്പൊ നിസ്കാരവും നോമ്പും ഖുർആനോത്തുമായി അവർ ചെയ്ത അമലുകളുടെ പ്രതിഫലമായിട്ടാണ് അവർക്ക് ഈ സ്വർഗം കൊടുക്കുന്നത്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അതുകൊണ്ടല്ലേ ഇവർ സ്വർഗത്തിൽ കടക്കുമ്പോ അല്ലാഹ് അവരോട് പറയുന്നത് എന്താ? കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. സൂറത്തു തൂർ 19. കുലൂ വശ്റബൂ. സ്വർഗത്തിലേക്ക് അങ്ങ് ഇറക്കി വിട്ടിട്ട് സ്വർഗാവകാശികളോട് അല്ലാഹ് പറയാ, തിന്നോളൂ, കുടിച്ചോളൂ, സുഭിക്ഷമായി കഴിച്ചോളൂ. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. സുഭിക്ഷമായി കഴിക്കണം. ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഖുർആൻ ഓതി, ദിക്റ് ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, ഹദ്ദാദ് ചൊല്ലി, അതിന്റെ കാരണം കൊണ്ട് നിങ്ങൾ സുഭിക്ഷമായി തിന്നോളൂ, കുടിച്ചോളൂ എന്ന് സൂറത്തു തൂറിൽ അല്ലാഹ് പറഞ്ഞത് കാണാം. സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളോട് അല്ലാഹു നാളെ പറയാനിരിക്കുകയാണ്. സൂറത്തുൽ ഹാഖയിൽ കാണാം, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞുപോയ നാളുകളിൽ, ദുനിയാവിലെ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തത് കാരണമായി നിങ്ങൾ തിന്നോ, കുടിച്ചോ, സന്തോഷത്തോടെ കഴിഞ്ഞുകൂടിക്കോ. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാണ് ഈ സ്വർഗം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. ഇല്ല, ആ സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് കേൾക്കാൻ കഴിയില്ല ലഗ്വൻ, അനർത്ഥമായ ഒരു വാക്കുപോലും കേൾക്കുകയില്ല. വലാ തഅസീമാ, കുറ്റപ്പെടുത്തുന്ന ഒരു, പഴിചാരുന്ന ഒരു വാക്കുപോലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. മനസ്സ് തെളിഞ്ഞ മനസ്സിൽ നിന്നുള്ള അഭിവാദനങ്ങളല്ലാതെ, അഭിവാദ്യങ്ങളല്ലാതെ, സലാം സലാം സലാം, രക്ഷ, സമാധാനം, ശാന്തി, ഈ മന്ത്രങ്ങളല്ലാതെ, ശാന്തിയുടെ, രക്ഷയുടെ, സമാധാനത്തിന്റെ മന്ത്രങ്ങളല്ലാതെ, സലാമല്ലാതെ ഒരാൾക്ക് പാരവെക്കുന്നത് കേൾക്കാൻ കഴിയില്ല. ഒരാൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാൻ കഴിയില്ല. പാലം വലിക്കുന്നത് കാണാൻ കഴിയില്ല. ഒരാളെ വീഴ്ത്താനുള്ള ശ്രമം നടത്തുന്നത് കാണാൻ കഴിയില്ല. രണ്ടാള് സ്വകാര്യം പറയുമ്പോ അതിൽ മൂന്നാമത്തെ ഒരുത്തന്റെ പച്ചമാംസം തിന്ന് ഏഷണിയും പരദൂഷണവും അവിടെ ഇല്ല.
കുറ്റം പറച്ചിലില്ല, തമാശയിൽ പോലും ഒരാളെ കുറ്റപ്പെടുത്തുകയില്ല, മാന്യമായ വാക്കുകൾ മാത്രം, സ്നേഹം തുളുമ്പുന്ന സംസാരങ്ങൾ മാത്രം. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, അത് മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. ഇത് കാണണമെങ്കിൽ സ്വർഗത്ത് തന്നെ എത്തേണ്ടി വരും അല്ലെ? ദുനിയാവിൽ നമുക്കിത് അവൈലബിൾ അല്ല. ഈ ദുനിയാവ് ഇങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ പറ്റുമോ? ഒരാൾക്ക് പാര വെക്കാത്ത ഹാല് അവസ്ഥ, ഒരാൾക്ക് മറ്റൊരാളോട് കുറുമ്പും കുശുമ്പും ഇല്ലാത്ത ഒരു ലോകം, അത് കാണണമെങ്കിൽ ദുനിയാവിൽ വിട്ട് നാളെ പരലോകത്ത് സ്വർഗത്തിൽ തന്നെ പോകേണ്ടി വരും. ആരോടും ആർക്കും വെറുപ്പില്ല, വിദ്വേഷമില്ല, പരസ്പരം പാര വെക്കുന്നില്ല, പാര പണിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതിലൊരു മഹാൻ പറഞ്ഞതിൽ വേഗം പറഞ്ഞു തീർക്കാനാണ് ഒറ്റ ഉദാഹരണം പറയാം. ഒരു മഹാൻ പറഞ്ഞു, സ്വർഗത്തിലെ മനസ്സുകൾ പരസ്പരം തമ്മിലുള്ള പൊരുത്തത്തിന് ഏറ്റവും നല്ല ഉദാഹരണം വഹ്ശിയും ഹംസത്തുൽ ഖറാറും തമ്മിലുള്ള മനപ്പൊരുത്തം പറയലാണ്. എത്ര ശരിയാണത്! വഹ്ശിയും ഹംസത്തുൽ ഖറാറും തമ്മിലുള്ള മനപ്പൊരുത്തം. ആരാ വഹ്ശി? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നയാള് അല്ലേ? എല്ലാവർക്കും അറിയൂലേ? ഹിന്ദ് തട്ടിക്കയറ്റിയപ്പോ പോന്നതാ ഹിന്ദിന്റെ അടിമയായ വഹ്ശി. ഇനാമ് കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതാ, ഇനാമ് കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതാ. എന്നിട്ട് മറഞ്ഞു നിന്നു, മാറി നിന്നു, ഒളിഞ്ഞു നിന്ന് ചാട്ടുളിയെടുത്ത് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ ധീരമായി പോരാടുകയാണ് രണാങ്കണത്തില്. മാറി നിന്നിട്ട് നേരെ വന്നിട്ട് വീഴ്ത്താൻ കഴിയൂല. മാറി നിന്നിട്ട്, ഒളിഞ്ഞു നിന്നിട്ട്, മറഞ്ഞു നിന്നിട്ട് ചാട്ടുളി എറിഞ്ഞപ്പോ അടിവയറ്റിൽ തറച്ചു. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റിൽ തറച്ചു. ഓടി അങ്ങോട്ട് ചെന്നു. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വീണു. വീണ ഉടനെ ഇവൻ ഓടിച്ചെന്നു എന്നല്ല, സുബ്ഹാനല്ലാഹ്, കോടാലിയെടുത്തിട്ട് നെൻസ് വെട്ടി കൊത്തി അങ്ങ് പൊളിച്ചു. കരളിങ്ങോട്ട് വലിച്ചെടുത്തു. അത് കടിച്ച് തുപ്പാൻ ഹിന്ദിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഈ വഹ്ശി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിൽക്കാലത്ത് വഹ്ശിക്ക് മുസ്ലിമാകണം എന്ന് തോന്നി. ഞാൻ ചെയ്തതൊക്കെ അവിവേകമാണ്, ചെയ്തത് മുഴുവനും തമ്മാടിത്താണ്, അക്രമാണ്, ഞാൻ ഇതുവരെ പ്രവർത്തിച്ചത്